ജ്ഞാനനികേതൻ ഡയറക്ടർ ഡോക്ടർ ജോബി ഇടമുറിയിൽ, ലിറ്റിൽ ഫ്ലവർ സെമിനറി ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് ചിറ്റനപ്പള്ളി, വൈസ് ഡയറക്ടർ ഫാദർ ടിജി താന്നിയൽ, ബഹുമാനപ്പെട്ട അച്ഛന്മാർ, സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള ബ്രദേഴ്സ്. ബൃഹദാരണ്യക ഉപനിഷത്തിൽ ജനക മഹാരാജാവ് യാജ്ഞവൽക്യ മഹർഷിയോട് ചോദിക്കുന്നുണ്ട്, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിക്ക് വെളിച്ചം നൽകുന്നത് എന്താണ്? ചന്ദ്രനാണ് എന്ന് മഹർഷി മറുപടി പറയും. ചന്ദ്രൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നക്ഷത്രങ്ങൾ. അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് ശേഷം അദ്ദേഹം പറയുകയാണ്, അവസാനമായിട്ട് പ്രകാശം നൽകുന്നത് വാക്കാണ്. നമുക്ക് ചുറ്റും ഇങ്ങനെ സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അസ്തമിക്കാത്ത പ്രഭയുള്ള ജ്ഞാനത്തിൻ്റെ ഒരു സായാഹ്നത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. സമകാലിക ലോകത്ത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ് ഇന്ന് ഈ പ്രഭാഷണത്തിൽ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. നവകേരള നിർമ്മിതിയിൽ ക്രൈസ്തവ സംഭാവനകൾ എന്ന്. നമുക്കറിയാം, കേരളത്തിൻ്റെ സാംസ്കാരിക ചക്രവാളത്തിൽ ക്രൈസ്തവ മുദ്രകൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കതേക്കുറിച്ച് വിലാപങ്ങളൊന്നുമില്ല. കാരണം എല്ലാ സ്തുതിയും പുകഴ്ചയും നമുക്കല്ല, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ ദൈവരാജ്യത്തിൻ്റെ ഉപമ പുളിമാവും ഉപ്പുമാണ്. സ്വയം അലിഞ്ഞ് ഇല്ലാതായി തീർന്നുകൊണ്ട് മറ്റുള്ളവർക്ക് രുചിയും പ്രകാശവും ഒക്കെ നൽകുന്ന ഉപമകൾ. എങ്കിലും നാം ആരാണ്? നമ്മുടെ സംഭാവനകൾ എന്താണ്? നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ചോദ്യം വളരെയേറെ പ്രസക്തമാണ്. ഈ വിഷയത്തിൽ വളരെയേറെ നിപുണനായിട്ടുള്ള ഒരു ആളാണ് ഡോക്ടർ മോഹൻദാസ് പള്ളിക്കാവ്. സാറിനെ ഇന്നത്തെ ഈ പ്രഭാഷണത്തിനായിട്ട് ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട ടിജി താന്നിയലച്ചൻ ഈ സെഷന് മോഡറേറ്ററായിരിക്കും. ബഹുമാനപ്പെട്ട ടിജി താന്നിയലച്ചനെയും മോഹൻദാസ് പള്ളിക്കാവ് സാറിനെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഐസി ചാക്ക സാറിൻ്റെ പ്രസിദ്ധമായ ക്രിസ്തു ഭാഗവതത്തിലെ ആദ്യ ശ്ലോകം ചൊല്ലിക്കൊണ്ട് നമുക്ക് ഈ സെഷൻ ആരംഭിക്കാം. ക്രിസ്തും കന്യാസുതം വന്ദേ, ക്രിസ്തും കന്യാസുതം വന്ദേ, മൃതം മൃത്യും ജയം പരം, ക്രിസ്തും കന്യാസുതം വന്ദേ, ക്രിസ്തും കന്യാസുതം വന്ദേ, രക്തീകൃതാസവം ദേഹീകൃതാപൂപം അനശ്വരം, ക്രിസ്തും കന്യാസുതം വന്ദേ, ക്രിസ്തും കന്യാസുതം വന്ദേ. Kindly be seated. ബഹുമാനപ്പെട്ട ഡോക്ടർ മോഹൻദാസ് പള്ളിക്കാവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാനും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുവാനും വേണ്ടി ബഹുമാനപ്പെട്ട ടിജി അച്ഛനെ ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇന്ന് നമുക്കെല്ലാവർക്കും വളരെയേറെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും ചരിത്രപരമായി നമ്മുടെ കേരള സമൂഹത്തിലുള്ള സ്ഥാനവും അതിന് നമ്മൾ പങ്കുവഹിക്കുന്നതും പങ്കുവഹിച്ചിട്ടുള്ളതായ നമ്മുടെ പങ്കിനെക്കുറിച്ച് അത്ര ബോധവാന്മാരൊന്നുമല്ല. ഞാൻ ഇന്ന് ജോയി അച്ഛൻ സാറിനെ പരിചയപ്പെടുത്തണം, മോഡറേറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ചില വീഡിയോസിലൂടെ കടന്നുപോയപ്പോൾ നമ്മൾ ചരിത്രപരമായൊരു വിസ്മൃതി മാത്രമല്ല, ചരിത്രപരമായ അബദ്ധങ്ങളിലും പോയി വീണിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതിനെ വളരെ ധൈര്യപൂർവം
ശരിയാക്കുന്ന, തിരുത്തുന്ന ഒരു വ്യക്തിത്വമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ഇവിടെ ആയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് സാറിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. കൊല്ലം ജില്ലയിലെ വള്ളിക്കാവിൽ ജനിച്ച് കുലശേഖരപുരം, ക്ലാപ്പൻ എന്നിവിടങ്ങളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലും SB യൂണിവേഴ്സിറ്റിയിലും കേരള യൂണിവേഴ്സിറ്റിയിലുമായി ചരിത്രവും പത്രപ്രവർത്തനവും പഠിച്ച് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പത്രപ്രവർത്തനത്തിൽ ഡോക്ടറേറ്റ് നേടി. നിരവധി സർക്കാരേതര കമ്മിറ്റികളിൽ അംഗമായും നേതൃത്വം വഹിച്ചും തൻ്റെ പ്രാവീണ്യം വിവിധ മേഖലകളിൽ തെളിയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന മഹനീയ വ്യക്തിത്വമാണ് മോഹൻദാസ് സാർ. നിരവധി പുരസ്കാരങ്ങൾ സാറ് നേടിയിട്ടുണ്ട്. ബാലസാഹിത്യം, നോവൽ, യാത്രാവിവരണം, മാധ്യമ വിവരണം, ചരിത്രം, ജീവചരിത്ര പഠനം, നിരൂപണം എന്നീനങ്ങളിൽ ധാരാളം പുസ്തകങ്ങൾ രചിച്ചിട്ടുമുണ്ട്. എന്ന് മാത്രമല്ല, കേരളമാകെ സഞ്ചരിച്ച് നമ്മുടെ ചരിത്രപരമായ മറവിയിലേക്കും അജ്ഞതയിലേക്കും വെളിച്ചം വീശുന്ന ഒട്ടനവധി പ്രഘോഷങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. സാറിനെ നമ്മുടെ ഇടയിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ പ്രഭാഷണത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സാറിന് 7:20 വരെയാണ് സമയം. അത് കഴിഞ്ഞ് ഏകദേശം 15 മിനിറ്റോളം നമുക്ക് ചോദ്യോത്തരത്തിനുള്ള സമയമുണ്ട്. സാറിനെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സെമിനാറിൻ്റെ ബഹുമാനായ മോഡറേറ്റർ, ബഹുമാനപ്പെട്ട അച്ഛൻ, സദസ്സിലുള്ള ബഹുമാനരായ പുരോഹിതന്മാർ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, വളരെ പ്രിയപ്പെട്ട എൻ്റെ കേൾവിക്കാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ കാലം വളരെ സങ്കീർണമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങളും ഞാനും യാഥാർത്ഥ്യമെന്ന് കരുതുന്ന പലതും യാഥാർത്ഥ്യമല്ല എന്നും നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് പലതും സത്യസന്ധമല്ല എന്നും തിരിച്ചറിയുമ്പോഴുണ്ടാകുന്ന ഞെട്ടലിലാണ് യഥാർത്ഥത്തിൽ നാം ഇന്ന്. നിങ്ങളെപ്പോലെ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഞാൻ പഠിച്ച പല കാര്യങ്ങളും പഠിക്കുക മാത്രമല്ല, എഴുതുകയും ഉയർന്ന മാർക്ക് വാങ്ങി ക്ലാസ്സിലൊക്കെ മിടുക്കനാവുകയും രക്ഷകർത്താക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ അഭിനന്ദനം ഏറ്റുവാങ്ങുകയും ചെയ്തപ്പോൾ പഠിച്ചെഴുതി മാർക്ക് വാങ്ങിയ പലതും പിൽക്കാലത്തെ കൂടുതൽ പഠിച്ചപ്പോൾ തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ നേരത്തെ കിട്ടിയ സമ്മാനങ്ങളൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരുമോ എന്ന ഉത്കണ്ഠയിൽ പല ദിവസങ്ങൾ ഉറക്കമില്ലാതെ ഇരുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ ചരിത്രം അങ്ങനെയാണ്. ചരിത്രം എഴുതുന്നയാളിൻ്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായാണ് ചരിത്രം രൂപപ്പെടുന്നത്. ചരിത്രരചനയിൽ വളരെ പ്രധാനമായി ഞാൻ പഠിക്കുകയും പിന്നീട് പഠിപ്പിക്കുകയും ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ചരിത്രം ഒരിക്കലും ബയസ്ഡ് ആകാൻ പാടില്ല. ചരിത്രം നിഷ്പക്ഷമാകണം. ചരിത്രത്തിൽ വളരെ ബോധപൂർവം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എഴുതുന്നയാളിൻ്റെ ആത്മനിഷ്ഠമായ കാര്യങ്ങളൊന്നും ചരിത്രത്തിലേക്ക് വരാനേ പാടില്ല. ചരിത്രം യഥാർത്ഥത്തിൽ ഹിസ്റ്ററിയെക്കുറിച്ചുള്ള ഏറ്റവും ഉന്നതമായ നിർവചനം, ഹിസ്റ്ററി ഈസ് ദി മെഷറിംഗ് റോഡ് ഓഫ് ഹ്യൂമൻ പ്രോഗ്രസ്. ഏറ്റവും നല്ല നിർവചനം അതാണ്. ഹിസ്റ്ററി ഈസ് ദി മെഷറിംഗ് റോഡ് ഓഫ് ഹ്യൂമൻ പ്രോഗ്രസ്. മാനവരാശിയുടെ പുരോഗതിയുടെ അളവുകോലാണ് ചരിത്രം. അപ്പോൾ ചരിത്രം എന്ന് പറയുന്നത് വെറുതെ ഒരാൾ അയാളുടെ ഭാവനയിലനുസരിച്ച് എഴുതുന്നതല്ല ചരിത്രം. മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചയെ രേഖപ്പെടുത്തുന്ന, മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചയെ കൃത്യമായി അടയാളപ്പെടുത്താൻ കഴിയുന്ന മെഷറിംഗ് റോഡാണ്, അളവുകോലാണ് ചരിത്രം. അപ്പോൾ ചരിത്രത്തിലൂടെ ഒരു സമൂഹത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ ചരിത്രം മെഷറിംഗ് റോഡ് ആകുന്നില്ല എന്നതാണ് സത്യം. പലപ്പോഴും തെറ്റായ ചരിത്രം പഠിക്കുകയും തെറ്റായ ചരിത്രം പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പരസ്യമായി ഇങ്ങനെ പറയാൻ കഴിയില്ല. ചരിത്രം സൂക്ഷിച്ച് മാത്രം
സമീപിക്കേണ്ട ഒന്നാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. ചരിത്രം ഐച്ഛികമായി പഠിക്കുകയും ചരിത്രം പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളെന്ന തരത്തിൽ ചരിത്രത്തിൽ അവിടെ ഒരു എതിർവാചകം പറയാൻ എനിക്ക് കഴിയുന്നില്ല. ചരിത്രം പഠിക്കുമ്പോൾ, ചരിത്രം മനസ്സിലാക്കുമ്പോൾ ജാഗ്രത പാലിക്കുക എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയുന്നത്. നമ്മുടെ ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ, മലയാള ഭാഷയുടെ ആദ്യകാലത്തെ നമ്മുടെ നന്മയെക്കുറിച്ച് പറയുമ്പോൾ, നേരത്തെ ഇവിടെ ആമുഖത്തിൽ അച്ഛൻ പറയുകയുണ്ടായി, വാക്കിൻ്റെ ഒരു മഹനീയതയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. പ്രകാശം ചൊരിയുന്ന വാക്കിനെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഭാഷ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധം യഥാർത്ഥത്തിൽ ഈ വാക്കിലൂടെയാണ്, ഭാഷയിലൂടെയാണ്. അപ്പോൾ വാക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഭാഷ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് കരുതുമ്പോൾ നമ്മളെല്ലാവരും മലയാളികളാണ് എന്നതുകൊണ്ട് തന്നെ മലയാള ഭാഷയുടെ ആദ്യകാലത്തെ വളർച്ചയെക്കുറിച്ച്, പരിണാമങ്ങളെക്കുറിച്ച് ഒക്കെ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഞാനിത് ഈ തുടങ്ങുമ്പോൾ തന്നെ അച്ഛനെ ഒന്ന് ഓർമ്മിപ്പിക്കണം, സമയമാകുമ്പോഴൊന്ന് ഓർമ്മപ്പെടുത്തണം. കാരണം ഈ വിഷയം വളരെ വിപുലമായൊരു വിഷയമാണ്, വളരെ ആഴമുള്ളൊരു വിഷയമാണ്. നിങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ നീന്തൽ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ, ആഴങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് എത്താൻ ഒരുപാട് സമയം വേണ്ടി വരും. അതുകൊണ്ടൊരു മുൻകൂട്ടി ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ പെട്ടെന്ന് നീന്തി മുകളിൽ വരാൻ കഴിയും. കാരണം അത്രമാത്രം ആഴമുള്ള വിഷയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിറവേറ്റുന്നത് എന്ന് മനസ്സിലാക്കണം. നമ്മൾ എന്ത് പഠിച്ചാലും ശരി, നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ പഠിക്കാൻ കഴിയണം. നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ പഠിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നമുക്ക് ലോകത്തിലെ മറ്റെന്ത് പഠിച്ചിട്ടും യാതൊരു പ്രയോജനവുമില്ല എന്നതാണ് സത്യം. അപ്പോൾ ഒരു മലയാളി എന്ന തരത്തിൽ നമുക്ക് മലയാള ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ചും ഭാഷയുടെ വികാസ പരിണാമങ്ങളെക്കുറിച്ചും ചിലതെങ്കിലും അറിഞ്ഞിരിക്കണം. യഥാർത്ഥത്തിൽ നമ്മുടെ ഭാഷയുടെ കാര്യത്തിൽ ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. കൊല്ലം എന്ന സ്ഥലത്തിന് ചരിത്രപരമായി വലിയ പ്രാധാന്യമുള്ള സ്ഥലമാണ്. ഈ സ്ഥലത്തിനും വലിയ പ്രാധാന്യമുണ്ട്, ആലുവയ്ക്ക് അതിനേക്കാൾ വലിയ പ്രാധാന്യമുണ്ട്. എന്നാൽ കൊല്ലം എന്ന സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത ഈ അച്ചടിയുമായി ബന്ധപ്പെട്ടൊരു പ്രധാന കാര്യമുണ്ട്. മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു അച്ചടി ആരംഭിക്കുന്നത് കൊല്ലത്താണ്. 1578 ആ പ്രസിൻ്റെ പേര് ദിവ്യരക്ഷകൻ്റെ കലാലയം എന്നായിരുന്നു. ദിവ്യരക്ഷകൻ ആരാണെന്ന് നിങ്ങൾക്കറിയാം. ദിവ്യരക്ഷകൻ്റെ കലാലയം എന്നാണ് ആ പ്രസിൻ്റെ പേര്. പഴയകാലത്തെ ആളുകൾ ഈ പേരിടുന്നതിലൊക്കെ എന്തൊരു അത്ഭുതമാണ്, എന്തൊരു പ്രത്യേക സൗന്ദര്യാത്മക ഐസ്തറ്റിക്സ് ഭയങ്കരമാണ് അവർക്കൊക്കെ. ഒരു പ്രസിന് ദിവ്യരക്ഷകൻ്റെ കലാലയം എന്ന് പേരിടുമ്പോൾ തന്നെ ആ പ്രസിൻ്റെ ഒരു സാങ്ക്ടിറ്റി മനസ്സിലാക്കാൻ കഴിയും, അതിൻ്റെ ഒരു പവിത്രത നിങ്ങൾക്ക് ബോധ്യപ്പെടും. അവിടെ നിന്നാണ് ഡോക്ടർന ക്രിസ്റ്റീന എന്ന ഗ്രന്ഥം ആദ്യമായി അച്ചടിച്ചത്. 1578 ഇന്ത്യയിൽ ആദ്യമായി അച്ചടി തുടങ്ങുന്നതും അങ്ങനെ തന്നെയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞുകൊള്ളട്ടെ, ഇതെല്ലാം ചെയ്തവരുടെ പേരാണ് മിഷണറിമാരെന്ന് പറയുന്നത്. മിഷണറീസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തോന്നുന്നൊരു കാര്യമുണ്ട്. ഇന്നത്തെ കാലത്ത്, വർത്തമാനകാലത്ത് 2024 നിന്ന് വർത്തമാനം പറയുമ്പോൾ മിഷണറീസ് എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മിഷണറീസ് എന്ന് പറഞ്ഞാൽ ഉടനെ അതിൻ്റെ മറുവശത്തായി കൺവർഷൻ എന്നൊരു വാക്കങ്ങ് എഴുതി വയ്ക്കും. അപ്പോൾ തന്നെ കൺവർഷൻ, മതപരിവർത്തനം. മിഷണറി എന്ന് കേട്ടാൽ ഉടൻ മതപരിവർത്തനം എന്ന് പഠിപ്പിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ പേർത്തും പറയുന്നൊരു കാലത്താണ് നാം ജീവിക്കുന്നത് എന്നുകൂടി ആലോചിക്കണം. പക്ഷെ അതങ്ങനെ അല്ല, സത്യമല്ല എന്ന് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ ഈ ഡോക്ടർന ക്രിസ്റ്റീന എന്ന ഈ ഗ്രന്ഥം, നിങ്ങളേതെങ്കിലും ഗോവയിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് സെയിൻറ്റ് സേവിയറുടെ വലിയ ദേവാലയവും ഒക്കെ കാണാൻ കഴിയും. അപ്പോൾ അവിടെ ഡോക്ടർന ക്രിസ്റ്റീന എന്ന് പറയുന്ന ഈ ഗ്രന്ഥം, അതാണ് നമ്മളിവിടെ ആദ്യമായിട്ട് അച്ചടിക്കുന്നത്. 16 പേജ് മാത്രമുള്ള ഗ്രന്ഥം തമിഴ് ഭാഷയിലായിരുന്നു. അത് കൊല്ലത്താണ് അച്ചടി നടക്കുന്നത്. അതിന് മുമ്പ് നമുക്ക് അച്ചടി ഉണ്ടായിരുന്നില്ല. അതാണ് ഒരു കാര്യം. രണ്ടാമത്തേത് 1678 ഹോർത്തസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ഉണ്ടാകുന്നത്. ഞാൻ മലയാള ഭാഷയിലേക്ക് എത്തുകയാണ്. ഡോക്ടർന ക്രിസ്റ്റീന മലയാളത്തിലായിരുന്നില്ല, തമിഴായിരുന്നു. തമിഴിൽ എൻ്റെ പരിഭാഷ വന്നിട്ടുണ്ട്. തമ്പിരാൻ വണക്കം എന്ന പറയുന്ന തമിഴിൽ എൻ്റെ പരിഭാഷ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമായി അച്ചടി നടക്കുന്നത് കൊല്ലത്താണ്. ദിവ്യരക്ഷകൻ്റെ കലാലയം എന്ന് പറയുന്ന പ്രസ്സിലാണ്. ആ പ്രസ്സൊന്നും ഇപ്പോഴില്ല, ഇപ്പോൾ ബിഷപ്പ് ഹൗസ് നിൽക്കുന്നതിൻ്റെ അടുത്താണ്, കൊല്ലം ബിഷപ്പ് ഹൗസ് നിൽക്കുന്നതിൻ്റെ അടുത്താണ് ഈ ദിവ്യരക്ഷകൻ്റെ കലാലയം എന്ന പ്രസ്. ഇതിൻ്റെ ഒറിജിൻ വിദേശത്താണ്, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഇപ്പോൾ അതിൻ്റെ ഒറിജിനുണ്ട്, അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അതിൻ്റെ കോപ്പി എടുത്തിട്ടുണ്ട്. എൻ്റെ വരാൻ പോകുന്നൊരു പുസ്തകം ഈ ഡോക്ടർന ക്രിസ്റ്റീന എന്ന ഈ കേരളത്തിൽ ആദ്യമായി അച്ചടിച്ച ഗ്രന്ഥത്തെക്കുറിച്ചുള്ള പഠനവും അതിൻ്റെ ഈ 16 പേജിൻ്റെയും തമിഴ്, ബിബ്ലിക്കൽ പഴയ തമിഴാണ്, ആ തമിഴ് പുതിയ തമിഴിലേക്ക് മാറ്റുന്നു. പിന്നെ എൻ്റെ മലയാളം, പിന്നെ എൻ്റെ ഇംഗ്ലീഷ്, ഇത്രയും കൂടെ വരത്തക്ക വേണം ഒരു പഠനം, ഒരു ഗ്രന്ഥമാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒന്നാണ് ആദ്യത്തെ അച്ചടി നടക്കുന്നത്. പിന്നീട് വരുന്നതാണ് മലയാള അക്ഷരം ആദ്യമായി അച്ചടിക്കുന്നത് 1678 ഹോർത്തസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ്. ഈ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത, ലോകത്താദ്യമായിട്ടാണ് നമ്മുടെ
നമ്മുടെ ഇതുണ്ടല്ലോ, പിന്നെ സസ്യങ്ങളെക്കുറിച്ചുള്ള സസ്യങ്ങളാണ് അതിനകത്ത് മുഴുവൻ. എല്ലാ സസ്യങ്ങളെക്കുറിച്ചും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓരോ സസ്യത്തിൻ്റെയും സയൻറ്റിഫിക് നെയിം, അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ നാട്ടുമ്പുറത്ത് പറയുന്ന പേര്, അതിൻ്റെ ഗുണഗണങ്ങൾ, ഇതെല്ലാം വർണ്ണിക്കുന്ന ഗ്രന്ഥമാണ് അത്. ഡച്ച് ഗവർണറായിരുന്ന അക്കാലത്തെ ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻ റീഡാണ് ഇത് തയ്യാറാക്കിയത്. അദ്ദേഹത്തിന് ഈ ഗ്രന്ഥം തയ്യാറാക്കാൻ സഹായിച്ചത് ചേർത്തലക്കാരനായ ഒരു മലയാളിയായിട്ടൊരു വൈദ്യനാണ് സഹായിച്ചത്. ഇട്ടി അച്യുതൻ എന്നാണ് ആ വൈദ്യൻ്റെ പേര്. ആ വൈദ്യൻ ഈ പ്ലാന്റ്സ് എല്ലാം ശേഖരിച്ചു കൊടുക്കുമ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം ഒരു ആമുഖം എഴുതിയിട്ടുണ്ട്. വൈദ്യൻ്റേതായ ഒരു കുറിപ്പുണ്ട്. ആ കുറിപ്പ് ഈ മലയാള ഭാഷയിലാണ് അച്ചടിച്ചിരിക്കുന്നത്. ഇത് പ്രിൻ്റ് ചെയ്തത് ഇവിടെയല്ല, ഇത് പ്രിൻ്റ് ചെയ്തത് പുറത്താണ്, വിദേശത്താണ് ഇപ്പോൾ പ്രിൻ്റ് ചെയ്തത്. അപ്പോൾ ഈ പുസ്തകം പ്രിൻ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ആദ്യമായിട്ട് മലയാള ഭാഷ അച്ചടിക്കുന്നു. പക്ഷേ ഇന്ന് നിങ്ങൾ കാണുന്ന മലയാളമല്ല അത് വട്ടെഴുത്താണ്. നമ്മൾ വട്ടെഴുത്ത് എന്ന് പറയുന്നത് തെറ്റായിട്ടാണ് പറയുന്നത്. വട്ടെഴുത്തല്ല, വെട്ടെഴുത്താണ്. വെട്ടിയെടുക്കുന്നതുകൊണ്ടാണ് വെട്ടെഴുത്ത് എന്ന് പറയുന്നത്. തടിയിലോ ഒരു മെറ്റലിലോ വെട്ടിയെടുക്കുന്നതുകൊണ്ടാണ് വെട്ടെഴുത്ത് എന്ന് പറയുന്നത്. പിന്നെ കോലെഴുത്തെന്ന് പറയുന്നത് കോലുകൊണ്ട് എഴുതുന്നു, നാരായണൻ കോല കൊണ്ട് എഴുതുന്നതുകൊണ്ടാണ് കോലെഴുത്ത്. അപ്പോൾ പലരും വട്ടെഴുത്തെന്നാണ്. നിങ്ങൾ എവിടെ ഏത് പുസ്തകം നോക്കിയാൽ എല്ലാം വട്ടെഴുത്താണ്. വട്ടെഴുത്ത് തെറ്റാണ്, വെട്ടെഴുത്താണ് ശരി. അപ്പോൾ അങ്ങനെ വെട്ടെഴുത്തിലാണ് ഈ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഭാഷ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഭാഷയല്ല, വളരെ പ്രാചീനമായ ഒരു ഭാഷ, മലയാള ഭാഷയുടെ വളരെ പ്രാകൃതമായ ഒരു രൂപമാണ് അതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അതാണ് ആദ്യമായിട്ട് അച്ചടി, വിദേശത്താണ് അച്ചടി നടക്കുന്നത്. മറ്റൊന്ന് 1821 മലയാളത്തിലെ ആധുനിക അച്ചടി നടക്കുന്നത് കോട്ടയത്ത് CMS പ്രസ്സാണ്. CMS പ്രസ്സിലാണ് ഇത് നടക്കുന്നത്. ഇനി ഞാൻ CMS എന്ന് പറഞ്ഞാൽ ചർച്ച് മിഷണറി സൊസൈറ്റി. നമ്മുടെ കേരളം, പഴയ കേരളം ഇന്നത്തെ കേരളമല്ല. പഴയ കേരളം മലബാർ, കൊച്ചി, തിരുവിതാംകൂർ, ഇങ്ങനെ 3 ഭാഗങ്ങളായി വേർതിരിക്കപ്പെട്ടിരുന്നു. മലബാർ ഭാഗത്തുണ്ടായിരുന്ന ക്രൈസ്തവ മിഷണറിമാരാണ് ബാസൽ മിഷൻ എന്ന് പറയുന്നത്. ജർമ്മനിയിലെ ബാസൽ എന്ന സ്ഥലത്താണ് ആരംഭിച്ചുകൊണ്ടാണ് ബാസൽ മിഷൻ സൊസൈറ്റി പ്രവർത്തിച്ചിരുന്നു. മധ്യ കേരളത്തിലാണെങ്കിൽ ചർച്ച് മിഷണറി സൊസൈറ്റി CMS ആണ് പ്രവർത്തിച്ചിരുന്നത്. തെക്കൻ തിരുവിതാംകൂറിലേക്ക് പോകുമ്പോൾ LMS ആണ്, ലണ്ടൻ മിഷണറി സൊസൈറ്റിയാണ് അവിടെ പ്രവർത്തിച്ചിരുന്നത്. ഇത് 3 മനസ്സിൽ സൂക്ഷിക്കുക. ഇടയ്ക്കൊക്കെ ഞാൻ ഈ വാക്കുകളിങ്ങനെ, ഈ പേരുകളിങ്ങനെ പറയും എന്നതുകൊണ്ട് തന്നെ നിങ്ങളത് ഓർത്തുകൊള്ളുക. ഇപ്പോൾ ചർച്ച് മിഷണറി സൊസൈറ്റി സെൻട്രൽ കേരള, ബാസൽ മിഷൻ മലബാർ, തെക്ക് ഭാഗത്തേക്ക് പോകുമ്പോൾ ലണ്ടൻ മിഷൻ LMS, ലണ്ടൻ മിഷൻ സൊസൈറ്റി. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അച്ചടിയെക്കുറിച്ച് പറയുമ്പോൾ മലയാള ഭാഷയിൽ പ്രധാനമായിട്ടും ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ 3 പേരെ ഓർക്കാതിരിക്കാൻ പറ്റില്ല. ഈ 3 പേരും മലയാളികളല്ല, ഈ 3 പേരും ഇന്ത്യക്കാരല്ല, ഈ 3 പേരും ഏഷ്യക്കാരുമല്ല. മലയാള ഭാഷയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ കരുതും ഏതെങ്കിലും ഒരു മലയാളിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. മലയാളിയെക്കുറിച്ചേ അല്ല പറയാൻ പോകുന്നത്. മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു വ്യാകരണ ഗ്രന്ഥം ഉണ്ടാക്കിയത് ആരാണ്? ആദ്യം ഉണ്ടാകുന്ന അർണോസ് പാതിരിയാണ് മലയാളത്തിൽ വ്യാകരണം ഉണ്ടാക്കുന്നത്. പക്ഷേ അത് മലയാളമല്ല, അത് സംസ്കൃത ഭാഷയുടെ വ്യാകരണ പദ്ധതിയെ പിന്തുടർന്നുകൊണ്ടാണ് അർണോസ് പാതിരി ഉണ്ടാക്കുന്നത്. അദ്ദേഹം മലയാളിയാണല്ലോ, അദ്ദേഹം വിദേശിയാണ്. പിന്നെ യഥാർത്ഥത്തിലുള്ള വ്യാകരണത്തിലേക്ക് വരുമ്പോൾ അതിൽ വളരെ പ്രധാനമായിട്ട് പങ്കുവഹിച്ചിട്ടുള്ള 2 പേരുണ്ട്. ഒന്ന് ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ടും ഒന്ന് ബെഞ്ചമിൻ ബെയ്ലിയുമാണ്. ഇനി നിങ്ങളോട് ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? എന്താണ്? ദീപിക. ദീപിക അല്ല. നിങ്ങൾ പറഞ്ഞ ഉത്തരം ആ തരത്തിൽ വേറൊരു തരത്തിൽ ശരിയാണ്. പക്ഷേ മലയാളത്തിലെ ആദ്യത്തെ പത്രമല്ല. ആദ്യത്തെ പത്രത്തിൻ്റെ പേര് രാജ്യസമാചാരം എന്നായിരുന്നു. മുമ്പ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എന്നിട്ടും ദീപിക എന്ന് ഉത്തരം പറഞ്ഞു. പോട്ടെ, രാജ്യസമാചാരമാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രം. ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുന്നു. രാജ്യസമാചാരം എന്ന പത്രമാണ് 1847 പുറത്തു വന്ന ഈ രാജ്യസമാചാരം എന്ന പത്രം. തൻ്റെ പത്രാധിപരായിരുന്ന ആൾ മലയാളിയായിരുന്നില്ല, അദ്ദേഹം ഇന്ത്യക്കാരനായിരുന്നില്ല, അദ്ദേഹം ഏഷ്യക്കാരനുമായിരുന്നില്ല. ആരായിരുന്നു അദ്ദേഹം? ഞാൻ തന്നെ ഉത്തരം പറയാം. വളരെ കുറച്ച് സമയമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ തന്നെ ഉത്തരം പറയാം. അദ്ദേഹത്തിൻ്റെ പേര് ഹെർമൻ ഗുണ്ടട്ട് എന്നാണ്. ഹെർമൻ ഗുണ്ടട്ട് ജർമ്മൻകാരനായിരുന്നു. നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ടോ? ഞാൻ പറയുന്നത് ശരിയല്ലാന്ന് തോന്നുന്നുണ്ടോ? എന്നെ ഇങ്ങനെ ക്ഷണിച്ചു കൊണ്ടുവന്നുകൊണ്ട് ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഹെർമൻ ഗുണ്ടട്ട് എന്ന് പറയുന്ന മലയാളിയല്ലാത്ത ഒരാൾ, ഇന്ത്യക്കാരനല്ലാത്ത ഒരാൾ, ഏഷ്യക്കാരനല്ലാത്ത ഒരാളാണ് മലയാളത്തിൽ ആദ്യം ഒരു പത്രം തുടങ്ങിയത്. നമ്മളിപ്പം പറയും കേരളം എന്ന് പറയുമ്പോൾ കേരളം എന്ന പേർ കേട്ടാൽ ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്നൊക്കെ നമ്മൾ പറയും.
അല്ലേ? മലയാളത്തിലെ ആദ്യത്തെ പത്രത്തിൻ്റെ പേരാണ് ഈ രാജ്യസമാചാരം. പക്ഷേ ഈ രാജ്യസമാചാരം എന്ന പത്രം നമ്മൾ സൂക്ഷിച്ചു വെച്ചില്ല. നമ്മളതൊന്നും സൂക്ഷിച്ചില്ല. നമ്മളതൊക്കെ അന്നത്തെ കാലത്ത് ഇതൊക്കെ വായിച്ചു കളഞ്ഞു. വളരെ കുറച്ച് കോപ്പികൾ അവിടെ ഇവിടെയൊക്കെ 1-2 കോപ്പികൾ. ഈ പത്രം വിദേശികൾ സൂക്ഷിച്ചിട്ടുണ്ട്, ജർമ്മനിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്, അവർ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പത്രം നമ്മൾ കൈവിട്ട് കളഞ്ഞു. ഞാൻ പഠിക്കുന്ന സമയത്തും ഈ പത്രം ഒന്ന് കാണണമെന്ന് 2 കോപ്പികൾ മാത്രമാണ്, ഫോട്ടോ കോപ്പികൾ മാത്രമാണ് കാണാൻ പറ്റിയത്. അപ്പോൾ ഇത് കൂടുതൽ കാണണം, ഇതൊന്ന് വായിക്കണം എന്നൊക്കെ തോന്നി. അന്ന് ഞങ്ങൾ പഠിക്കുമ്പോൾ പഠിച്ചിരുന്നതെന്ന് പറയുന്നത് ഈ പത്രത്തിന് വിലയുണ്ടായിരുന്നു. പത്രത്തിൽ പത്രാധിപരുടെ പേര് അച്ചടിച്ചിട്ടുണ്ടായിരുന്നു. പത്രം എല്ലാവർക്കും കൊടുത്തിരുന്നു. പത്രം വലിയ സാധാരണ പത്രത്തിൻ്റെ സൈസ് ഇങ്ങനെയൊക്കെയാണ് പഠിച്ചിരുന്നത്. പക്ഷേ എനിക്ക് അതിന് ശേഷം ഞാൻ പിന്നെ വിചാരിച്ചു, ഗവേഷണം നടത്തുമ്പോൾ ഇതൊന്ന് കണ്ടുപിടിക്കണം, ഇതൊന്ന് അന്വേഷിക്കണം. അങ്ങനെ എൻ്റെ ഗവേഷണ കാലത്ത് ഞാനിത് തേടിപ്പിടച്ച് വന്നപ്പോഴാണ് ഈ പത്രത്തിന് വിലയുണ്ടായിരുന്നില്ല, വിലയിട്ടിരുന്നില്ല. പത്രത്തിൽ ഒരിടത്ത് പോലും പത്രാധിപരുടെ പേര് അച്ചടിച്ചിരുന്നില്ല. ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് എന്ന് പറയുന്ന ഈ മഹാനായ ആൾ ഇവിടെ വന്ന് മലയാളം പഠിച്ച് നമുക്ക് ആദ്യത്തെ പത്രം ഉണ്ടാക്കി തന്നപ്പോൾ ആ പത്രത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ പേര് അച്ചടിച്ച് വെക്കാൻ അദ്ദേഹം ബോധപൂർവം ശ്രമിച്ചില്ല. അങ്ങനെ വേണം പറയാൻ. അദ്ദേഹം മറന്നുപോയി എന്നല്ല പറയേണ്ടത്, അദ്ദേഹം ബോധപൂർവം ഈ പേര് അച്ചടിക്കാൻ ശ്രമിച്ചില്ല എന്നതാണ് കാര്യം. ഇന്ന് നമ്മളിപ്പോൾ എന്ത് ചെയ്യുമ്പോഴാണെങ്കിലോ എല്ലായിടത്തും നമ്മൾ പേര് എഴുതി വയ്ക്കും, അല്ലേ? നമ്മൾ ഏതെങ്കിലും താജ്മഹലിൽ പോയാൽ പറ്റുമെങ്കിൽ നമ്മളൊരു കല്ലെടുത്ത് അവിടെ നമ്മുടെ പേര് കുഞ്ഞിരാമൻ എഴുതി വെച്ചിട്ട് തിരിച്ചു വരും. നമ്മുടെ ഒരു ശീലമാണത്. എവിടെ വേണമെങ്കിലും നമ്മുടെ ഒരു പേര് എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്തില്ല. നമ്മൾ ചെയ്യും. ക്ലാസ് മുറികളിലൊക്കെ പോയാൽ കാണാം, താഴെയൊക്കെ എഴുതിയാൽ മായ്ച്ച് കളയുന്നതുകൊണ്ട് ചില സ്കൂളുകളിൽ പോകുമ്പോൾ ഈ മേളിലത്തെ കൈക്കോലിൽ എഴുതി വെച്ചിരിക്കുന്നത് കാണാം, ശങ്കരൻ അല്ലെങ്കിൽ രാമു, രാജൻ എന്നൊക്കെ പറഞ്ഞ് എഴുതി വയ്ക്കും. അപ്പോൾ ഇത് പക്ഷേ ഹെർമൻ ഗുണ്ടട്ട് എന്ന് പറയുന്ന ബ്രില്യൻ്റ് ആയിട്ടുള്ള പ്രതിഭാശാലിയായ അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പത്രാധിപർ നേരത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് അച്ചടിച്ചിരുന്നില്ല. ഒരാളുടെ പേരും അതിനകത്ത് അച്ചടിച്ചിരുന്നില്ല. പക്ഷേ ഈ പത്രം വായിക്കുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നത്. പേരെന്താണ്? രാജ്യസമാചാരം. ഈ പത്രത്തിൻ്റെ മുഴുവൻ ലക്കങ്ങളും ശേഖരിക്കുകയും മുഴുവൻ ലക്കങ്ങളും ശേഖരിക്കുക മാത്രമല്ല, അത് പുസ്തക രൂപത്തിലാക്കി സർക്കാരിനെ കൊണ്ട് പ്രസിദ്ധീകരിച്ചിട്ട് അത് സമൂഹത്തിന് നൽകിയ ഒരാളാണ് നിങ്ങളോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് എന്ന് വിനയത്തോടെ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ. ആ പത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ഗവേഷണ കാലത്താണ് ഞാൻ PhD ചെയ്യുമ്പോൾ എൻ്റെ ഗവേഷണ കാലത്താണ് ഞാനിത് തേടിപ്പിടിക്കുന്നത്. അപ്പോൾ തേടിപ്പിടിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു, ഇത് ഞാൻ എൻ്റെ സ്വകാര്യ ശേഖരത്തിൽ സൂക്ഷിക്കുകയല്ല വേണ്ടത്. അറിവെന്ന് പറയുന്നത് പകർന്നു നൽകുമ്പോൾ മാത്രമേ അറിവിന് വില ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ BA-ക്കാരനായി MA-ക്കാരനായി ഡോക്ടറേറ്റ് എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? എപ്പോഴാണോ നിങ്ങൾ ഡോക്ടറേറ്റ് എടുക്കുന്നത്, നിങ്ങൾ കിട്ടിയ അറിവ് മുഴുവൻ നിങ്ങൾ സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ അറിവിന് വില ഉണ്ടാകുന്നത്, നിങ്ങൾക്ക് വിലയുണ്ടാകുന്നത്. എപ്പോഴാണ് ഈ അറിവൊരിക്കലും നമ്മൾ സ്വകാര്യമായി സൂക്ഷിക്കാൻ പാടില്ലാത്ത ഒന്നാണ്. ജ്ഞാനമെന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പകർന്നു കൊടുക്കണം. വിദ്യയാണ് എല്ലാ ധനത്തിലും വലുത് എന്ന് പറഞ്ഞാൽ വിദ്യ വീട്ടിനകത്ത് വെച്ചിരുന്നാൽ വിദ്യ ഒരിക്കലും ധനമാവുകയില്ല. വിദ്യ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് അത് ഏറ്റവും വലിയ സമ്പത്തായി മാറുന്നത്, സമൂഹത്തിൻ്റെ സമ്പത്തായി മാറുന്നത്. ഞാനതുകൊണ്ട് വിചാരിച്ചു, ഇത് ഇങ്ങനെ ശേഖരിച്ച് ഞാൻ സൂക്ഷിച്ചാൽ മാത്രം പോരാ, ഇത് സമൂഹത്തിന് നൽകണം. അപ്പോഴാണ് 150 പത്രപ്രവർത്തനത്തിൻ്റെ 150 വാർഷികം, മലയാള പത്രപ്രവർത്തനം 150 വാർഷികം പ്രമാണിച്ചൊരു കമ്മമറേഷൻ വോളിയം ഇറക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ ഞാൻ ഈ പത്രം തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ന്യൂസ് പേപ്പർ, ഒരു പത്രം, അതിൻ്റെ ഏതെങ്കിലും ഒരു കാലത്തിന് ശേഷം അതിൻ്റെ മുഴുവൻ ലക്കങ്ങളും വീണ്ടും പ്രസിദ്ധീകരിക്കുന്നത്. അങ്ങനെ പ്രസിദ്ധീകരിച്ചതാണ് ഇത്. പക്ഷേ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് കണ്ടിട്ടില്ല. നോക്കുക, ഇവിടെ സെമിനാരിയിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഇത് കാണുന്നില്ല എന്നതാണ് സത്യം. ഇത് ഇറക്കിയിട്ട് വർഷം ഒരുപാടായി. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വളരെ ചെറുപ്പക്കാരനായി നിൽക്കുന്നുവെങ്കിലും ഞാൻ അത്ര ചെറുപ്പക്കാരനല്ല. കാരണം ഞാൻ ഡോക്ടറേറ്റ് എടുക്കുന്നത് 1998-ലാണ്. ഈ പുസ്തകം പുറത്തിറങ്ങുന്ന 1998-ലാണ്. ഇതിൽ മുഴുവൻ ലക്കങ്ങളും നോക്കുക, ഇത് പത്രമാണ്, പത്രത്തിൻ്റെ കോപ്പികൾ. ഈ വലിപ്പത്തിലായിരുന്നു ആ പത്രം ഇറങ്ങിയിരുന്നത്. 41 ലക്കങ്ങളാണ് ഇറങ്ങിയിരുന്നത്. ഒരു ലക്കം ലഭിച്ചിട്ടില്ല, എവിടെ ലോകത്ത് എവിടെയുമില്ല. ആകെയുള്ള 40 ലക്കങ്ങൾ. ആ 40 ലക്കങ്ങൾ ഇതിലുണ്ട്. എൻ്റെ ഒരു പഠനത്തോടുകൂടിയാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. ഇത് കേരള സർക്കാരാണ് പ്രസിദ്ധീകരിച്ചതെന്ന്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സാംസ്കാരിക വകുപ്പാണ് ഈ പത്രം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പത്രത്തിൻ്റെ കോപ്പികൾ അങ്ങനെ തന്നെ പൂർണ്ണമായും അച്ചടിച്ച് പുറത്തു വരുന്നത് ഇതിലാണ്. ഇതെന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇത് പ്രിൻ്റ് ചെയ്ത് നമ്മളിന്ന് കരുതുന്ന പ്രസ്സല്ല. അന്ന് പ്രസ് ഉണ്ടായിരുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ. അത് കല്ലച്ചായിരുന്നു ഉണ്ടായിരുന്നത്. കല്ലച്ചെന്ന് പറഞ്ഞ ഒരാൾ കൈകൊണ്ട് സ്റ്റെൻസിൽ ചെയ്യുന്ന കാര്യം കണ്ടിട്ടുണ്ട്. ഇവിടെ ഉണ്ടോ സ്റ്റെൻസിൽ മെഷീൻ ഉണ്ടോ ഇവിടെ? ഇല്ല. സ്റ്റെൻസിൽ എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മെഷീനാണ്. അത് കൈകൊണ്ട് കറക്കിയാണ് എടുക്കുന്നത്. അതിൻ്റെ പുറത്ത് ടൈപ്പ് റൈറ്ററിനകത്ത് ചെയ്യുന്നത് പോലെ ഒന്നി ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കൈകൊണ്ട് എഴുതാം. അടിയിലൊരു കാർബൺ പേപ്പർ കാണും. ആ കാർബൺ പേപ്പറിന് പുറത്തൊരു ഓയിൽ ഷീറ്റ് കാണും. ആ ഓയിൽ ഷീറ്റിൻ്റെ പുറത്ത് ഓയിൽ ഷീറ്റ് മുറിയുന്ന തരത്തിലുള്ള ഒരു പേന കൊണ്ട് നമ്മൾ എഴുതുകയാണ് ചെയ്യുന്നത്. എഴുതുമ്പോൾ ഈ ഓയിൽ ഷീറ്റ് കട്ടായി പോകും. അതിൻ്റെ ചെയ്യും, ഇതെടുത്തിട്ട് നമ്മൾ ഈ മെഷീൻ്റെ പുറത്തുള്ള ഒരു ഡ്രമ്മുണ്ട്, ആ ഡ്രമ്മിൻ്റെ പുറത്ത് ഒട്ടിച്ച് വയ്ക്കും. എന്നിട്ടിത് സാധാരണ പേപ്പറിൻ്റെ പുറത്തോട്ട് വെച്ചിട്ട് ഇതിങ്ങനെ കറക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ കട്ട് ചെയ്ത ഭാഗത്തേക്ക്
ഈ മഷി പറന്ന് വരികയും ഈ പ്രിൻ്റ് ചെയ്ത് ഇത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് മുഴുവൻ കൈകൊണ്ട് എഴുതണം. അന്ന് ടൈപ്പ് റൈറ്റർ മെഷീൻ ഇവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട്, മാത്രമല്ല മലയാളത്തിൽ ടൈപ്പ് റൈറ്റർ ഇല്ലല്ലോ, എത്രയോ കാലത്തിന് ശേഷമാണ് മലയാളം ടൈപ്പിംഗ് വന്നത്. 1847 ആലോചിച്ച് നോക്കണം, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് മുൻപാണെന്ന് ആലോചിക്കണം. അപ്പോൾ അന്ന് ഇത് കൈകൊണ്ട് എഴുതിയിട്ടാണ് ഇത് ചെയ്തിരുന്നത്. പക്ഷേ ഏറ്റവും കൗതുകകരമായ കാര്യം, നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നില്ല, അക്ഷരം കാണാൻ പറ്റുന്നില്ല, എന്തൊരു മനോഹരമായ അക്ഷരമാണ്. അകത്തേക്ക് നോക്കിയാൽ ഇതൊന്നും വരയിട്ട് എഴുതിയിരിക്കുന്നതല്ല. സൈക്ലോസ്റ്റൈൽ ചെയ്യുമ്പോൾ വരയിട്ട് എഴുതാൻ പറ്റില്ല. അപ്പോൾ അത് കൈകൊണ്ട് എഴുതിയിരിക്കുകയാണ്, നേരെ എഴുതിയിരിക്കുകയാണ്. ഒരിടത്ത് പോലും രണ്ട് വരികൾ തമ്മിലുള്ള അകലം കുറയുന്നില്ല, കൂടുന്നുമില്ല. മനോഹരമായി ചെയ്തിരിക്കുന്നു. ഇന്ന് നമ്മൾ കമ്പ്യൂട്ടറിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പക്ഷേ ഒരു കമ്പ്യൂട്ടറും ഇല്ലാതെ സൈക്ലോസ്റ്റൈൽ മെത്തേഡിൽ ഒരാൾ ചെയ്തിരിക്കുന്നു. ഇത് എഴുതിയ ആൾ ഒരിക്കലും മലയാളിയല്ല, ഇത് എഴുതിയ ആൾ തമിഴനാണ്. തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വരികയും 1 മാസം കൊണ്ട് ഈ ഭാഷ പഠിക്കുകയും ഭാഷ എഴുതുകയും ചെയ്തു. ഭാഷയുടെ വ്യാകരണം ഒന്നും അറിയില്ല, എഴുതി കൊടുക്കുന്ന സാധനം അതുപോലെ എഴുതും. കണ്യൻ കണ്ടു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ മുഖമറിയില്ല, അദ്ദേഹത്തിൻ്റെ പൊക്കമറിയില്ല, അദ്ദേഹത്തിൻ്റെ നിറമറിയില്ല, അദ്ദേഹത്തിൻ്റെ അച്ഛനെ അറിയില്ല, അദ്ദേഹത്തിൻ്റെ അമ്മയെ അറിയില്ല, അദ്ദേഹത്തിൻ്റെ നാടും അറിയില്ല, ഗ്രാമവും അറിയില്ല. പക്ഷേ കണ്യൻ കണ്ടു എന്നൊരു പേര് എൻ്റെ മനസ്സിലുണ്ട്. ഞാനത് വളരെ ആരാധനയോടെ കൊണ്ടു നടക്കുന്നു. എൻ്റെ ഭാഷയെ മനോഹരമാക്കിയതിൽ, എൻ്റെ ഭാഷയെ ലോകത്തിന് മുഴുവൻ പത്രത്തിലൂടെ നൽകിയ ആ മഹാനായ തമിഴ്നാട്ടുകാരനെ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. എനിക്ക് പലപ്പോഴും നല്ല കൈജേഷത്തിന് സമ്മാനം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്, ഈ സമ്മാനമെല്ലാം അതാത് ടീച്ചർമാരുടെ കയ്യിൽ തിരിച്ചു കൊടുക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നി. ഇത്രയും വൃത്തിയായിട്ട് ആർക്കും എഴുതാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മലയാള അക്ഷരം ഏതാണ്? കറക്റ്റാണ്, ആയാണ് എനിക്കും ഏറ്റവും ഇഷ്ടം. കാരണം എന്താണ്, അമ്മ എന്ന് തുടങ്ങുന്നത് ആയിലാണ്. അമ്മ കണ്ടിട്ട് അമ്മയുടെ ചിരിയാണ് ഞാൻ ചിരിക്കുന്നത്. ഞാൻ ജനിച്ചപ്പോൾ ആദ്യം ഞാൻ കരഞ്ഞുകൊണ്ടാണ് ജനിച്ചത്. പക്ഷെ ഞാൻ ചിരിക്കാൻ തുടങ്ങിയത് ആരുടെ മുഖത്ത് നോക്കിയാണ്? അമ്മ എന്നെ നോക്കി ചിരിച്ചു, അപ്പോൾ ഞാൻ അമ്മയെ നോക്കി ചിരിച്ചു. അമ്മയുടെ ചിരിയാണ് ഞാൻ ചിരിക്കുന്നത്. ചില ആളുകൾ പറയുന്നത്, അങ്ങനെ പറയുമ്പോൾ എൻ്റെ ബന്ധത്തിലൊക്കെ വളരെ മുതിർന്ന ആളുകളൊക്കെ പറയാം, ലീലയുടെ മകൻ തന്നെ അതേ ചിരി. യഥാർത്ഥത്തിൽ അതേ ചിരിയല്ലേ വരാൻ പറ്റുള്ളൂ. എൻ്റെ അമ്മയെ നോക്കിയല്ലേ ഞാൻ ചിരിച്ചിരിക്കുന്നത്. അമ്മ ചിരിച്ച ചിരി ഞാൻ ചിരിക്കുന്നു. അപ്പോൾ ഈ അമ്മ എന്ന വാക്കിനൊരു വലിയ പ്രത്യേകതയുണ്ട്. അമ്മയാണ് നമ്മളെ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പറന്നുയരാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് അമ്മയാണ്. അമ്മയെന്നത് വലിയൊരു റിയാലിറ്റിയാണ്. യഥാർത്ഥത്തിൽ മദർ എന്ന് പറയുന്നത് വലിയൊരു റിയാലിറ്റിയാണ്. യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളോട് വർത്തമാനം പറയുമ്പോൾ ആദ്യം ഞാൻ സ്മരിക്കുന്നത് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയിലൂടെയാണ് ഞാൻ എൻ്റെ സാഹിത്യത്തിലേക്കും വായനയിലേക്കും ഒക്കെ ഞാൻ കടന്നു വന്നത്. ഞാൻ ബാലസാഹിത്യം വായിച്ചെന്ന് വളർന്ന ആളല്ല. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ വായിക്കുമ്പോൾ മാതൃഭൂമി വാരികയാണ് അമ്മ വായിക്കുന്നത്. അമ്മ വായിച്ചിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് പോകുന്ന പേജാണ് ഞാൻ, അതിൽ നിന്നാണ് മടക്കി വെച്ചിരിക്കുന്ന പേജിലാണ് ഞാൻ വായിച്ചു തുടങ്ങുന്നത്. അതായത് ഇതിൻ്റെ ആദ്യമധ്യാന്ത പൊരുത്തമൊന്നും നോക്കിയിട്ടൊന്നും അല്ല വായിക്കുന്നത്. മടക്കി വെച്ചത് എന്താണോ അതിൽ നിന്ന് വായിക്കും. അന്ന് ബംഗാളി നോവലുകളൊക്കെ അതിനകത്ത് പരിഭാഷപ്പെടുത്തി വരും. അപ്പോൾ അതിലാണ് ആശാപൂർണ ദേവിയുടെ ഈ പ്രഥമ പ്രതിശ്രുതി എന്ന് പറയുന്ന നോവൽ. ഞാൻ എത്രയോ ദിവസങ്ങൾ പാടുപെടുന്നറിയാമോ ഈ പ്രഥമ പ്രതിശ്രുതി എന്ന് തെറ്റുകൂടാതെ പറയാൻ. ഈ ഭാഷയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ഇപ്പോൾ അക്ഷരം എന്ന് പറയുന്നത് കായും ഷായൂടെ ചേരും. അക്ഷരം എന്ന് പറഞ്ഞാൽ തെറ്റാ, അക്ഷരം എന്ന് പറയണം നമ്മൾ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പ്രഥമ പ്രതിശ്രുതി എന്ന വാക്ക് തെറ്റുകൂടാതെ പറയുക എന്നൊക്കെ പറയുമ്പോൾ ഭാഷയുടെ പ്രത്യേകം. അപ്പോൾ ഞാൻ വളരെ കൊച്ചായിരുന്നു അതിനെ ഒരിക്കലും ഈ ബാലസാഹിത്യം ഒന്നും പഠിച്ചല്ല വളർന്നത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ മണ്ടത്തരങ്ങളിൽ ചെന്ന് വീഴാതെ പോയതും അതുകൊണ്ടാകാം. യഥാർത്ഥത്തിൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന പല ബാലസാഹിത്യങ്ങളും അത്ഭുത കഥകളാണ്. ആ അത്ഭുതമൊന്നും ജീവിതത്തിലില്ല. ജീവിതം വളരെ പരുക്കനായ ജീവിതമാണ്. പരുക്കനായ ജീവിതത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഒരിക്കലും ലളിതമായ കാര്യങ്ങളല്ല കുട്ടികൾ മനസ്സിലാക്കേണ്ടത്. കുട്ടികൾ കുറച്ചൊക്കെ ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് വളർന്നു പോയാൽ അത് തെറ്റൊന്നുമില്ല. അവിടെ BEd ഒക്കെ പഠിച്ച ആളുകളുണ്ടെങ്കിൽ എന്നോട് മാപ്പാക്കുക, അവരിതൊന്നും സമ്മതിക്കത്തില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നു, ഞാൻ വളരെ ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ വായിക്കുകയും പറയുകയും അതൊക്കെ ശീലിക്കുകയും ചെയ്തുകൊണ്ട് എനിക്ക് കൂടുതൽ ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. ഒരു ശാസ്ത്രമുണ്ട്, നമ്മൾ കുട്ടികൾക്ക് എന്നും ദ്രവ്യാഹാരം മാത്രം കൊടുക്കുന്നു. പാല് മാത്രം കൊടുത്തൊരു കുട്ടിയെ വളർത്തിയാൽ അവനൊരിക്കലും കട്ടിയാഹാരം കഴിക്കാൻ ധൈര്യം വരികയില്ല, കട്ടിയാഹാരം കഴിക്കാൻ കഴിയുകയില്ല. അതൊരു പ്രധാന കാര്യം, ശീലത്തിൻ്റെ പ്രധാന കാര്യമാണ്. അതുപോട്ടെ, നമ്മൾ വീണ്ടും അമ്മയിലേക്ക് എത്തുന്നു. അമ്മയുടെ വായനയാണ് എൻ്റെ വായനയായി വന്നത്. അമ്മയുടെ ആഴത്തിലുള്ള ചിന്തകളാണ് എൻ്റെ ചിന്തകളായി പിൽക്കാലത്ത് രൂപപ്പെട്ടു വന്നത്. ഒരു എഴുത്തുകാരനായി, ഭാഷയെ ഇഷ്ടപ്പെടുന്ന ഒരാളായി ഒക്കെ മാറുന്നതിൽ എൻ്റെ അമ്മയ്ക്ക് വലിയ പങ്കുണ്ട് എന്നതുകൊണ്ട് തന്നെ ആ എന്ന അക്ഷരം, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ആ എന്ന അക്ഷരമാണ് ഏറ്റവും മനോഹരമായ അക്ഷരം. പക്ഷേ ഈ ആ എന്ന അക്ഷരം എഴുതുമ്പോൾ രണ്ട് സൈഡിലും ബാലൻസ് ചെയ്തിടണം. അങ്ങനെ പലപ്പോഴും നമ്മൾ എഴുതുമ്പോൾ ഒരു സൈഡിലെ ചുറ്റ് വലുതാവുകയും മറ്റേ സൈഡിലെ ചുറ്റ് ചെറുതായി പോവുകയും ചെയ്യും. എന്നാൽ ഇവിടെ നോക്കുക, കണ്യൻ കണ്ടു എഴുതിയപ്പോൾ രണ്ടിടത്തും ആ കൃത്യം മനോഹരമായി എഴുതി വച്ചിരിക്കുന്നു. കയ്യെഴുത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഈ ഗ്രന്ഥം മുഴുവൻ അങ്ങനെ എഴുതിയിരിക്കുന്നു, ഈ പത്രം മുഴുവൻ അങ്ങനെ എഴുതിയിരിക്കുന്നു. മാത്രമല്ല, ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാം, ഇതിനകത്ത് ഒരിടത്ത് പോലും അക്ഷരത്തെറ്റില്ല എന്നതാണ് രസം. ഈ സൈക്ലോസ്റ്റൈൽ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം, ഒരിടത്ത് അക്ഷരത്തെറ്റ് വന്നാൽ മായ്ക്കാൻ പറ്റില്ല. കാരണം ഇത് ഈ ഷീറ്റ് മുറിഞ്ഞു പോവുകയല്ലേ ചെയ്യുന്നത്. ഞാനതുകൊണ്ട് എൻ്റെ മെത്തഡോളജി നേരത്തെ പറഞ്ഞത്, ഷീറ്റ് മുറിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഷീറ്റ് അങ്ങ് മാറ്റുക എന്നുള്ളതല്ലാതെ തിരുത്താൻ പറ്റില്ല, റബ്ബ് ചെയ്യാൻ പറ്റില്ല, റബ്ബർ ഉപയോഗിക്കാൻ പറ്റില്ല, വൈറ്റ്നർ ഉപയോഗിക്കാൻ പറ്റില്ല.
അപ്പോൾ നോക്കുക, ഒരിടത്ത് പോലും അക്ഷരത്തെറ്റില്ല. ഞാൻ ഇതിൻ്റെ മുഴുവൻ ലക്കങ്ങളും എനിക്ക് ബൈഹർട്ടാണിത് മുഴുവൻ. ഈ രാജ്യസമാജ ഈ പുസ്തകം അങ്ങ് കത്തിപ്പോയാലും ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇത് മുഴുവൻ എനിക്ക് വീണ്ടും പറയാൻ കഴിയും. ഇത് മുഴുവൻ ബൈഹർട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഈ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഒരിടത്ത് പോലും അക്ഷരം ആവർത്തിക്കുന്നില്ല, ഓവർ റൈറ്റിംഗ് ഇല്ല എന്ന് പറഞ്ഞാൽ ഒരക്ഷരത്തിൻ്റെ പുറത്തുകൂടി ഒന്നും എഴുതിയിട്ടില്ല അദ്ദേഹം, ഒരിടത്ത് പോലും എഴുതിയിട്ടില്ല. അപ്പോൾ ഓവർ റൈറ്റിംഗ് ഇല്ലാതെ, അക്ഷരത്തെറ്റ് കൂടാതെ, വരികൾ തമ്മിലുള്ള അകലം വിടാതെ കൃത്യമായി എഴുതുമെന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു അത്ഭുതമാണ്. കന്യൻ കണ്ടു എന്ന് പറയുന്ന മനുഷ്യൻ ഒരു അത്ഭുതമാണ്. ഹെർമൻ ഗുണ്ടട്ട് എന്ന് പറയുന്ന മനുഷ്യനും ഒരു അത്ഭുതമാണ്. വെറും മനുഷ്യരായിരുന്നോ ഇവർ എന്ന കാര്യത്തിലും നമുക്ക് അത്ഭുതം. എന്തോ അസാധാരണമായ ശക്തിവിശേഷമുള്ള ആളുകളായിരുന്നോ ഇവർ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ സാധ്യമാവുകയില്ല. ഞാൻ നിങ്ങൾക്കിടയിലേക്ക് ഇത് തരാം, നിങ്ങൾക്ക് ഒന്ന് സർക്കുലേറ്റ് ചെയ്തത് കാണാവുന്നതാണ്. കൊടുത്തോട്ടെ. നിങ്ങളിത് കാണുമ്പോഴും ഞാൻ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ കാണുക. ഒരേ സമയത്ത് പല ജോലി ചെയ്യാൻ കഴിയുന്നില്ലേ നിങ്ങൾക്ക്? അങ്ങനെ കഴിയണം. ഒരേ സമയത്ത് പല ജോലി ചെയ്യാൻ കഴിയണം. ഞാൻ ട്രെയിനിൽ വരുമ്പോൾ അടുത്തിരിക്കുന്ന ആളോട് സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹം സംസാരിക്കുന്നത് കേൾക്കുന്നുമുണ്ട്. ഇവിടെ വരുമ്പോൾ എന്തൊക്കെ സംസാരിക്കണം, എന്തൊക്കെ പ്രസംഗിക്കണം എന്ന കാര്യം ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരേ സമയത്ത് പല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കഴിയാൻ കഴിയും. ഞാൻ നേരത്തെ ഇവിടെ വന്നപ്പോൾ എന്നോട് ഫാദർ ചോദിച്ചു, ഇത്രയും പുസ്തകങ്ങൾ എങ്ങനെ എഴുതിയെന്ന് ചോദിച്ചു. സമയം കിട്ടുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് സമയം ധാരാളമാണ്. അത് സമയം നമ്മൾ തന്നെയാണ് സമയത്തെ രൂപപ്പെടുത്തിയെടുക്കേണ്ടത്. നിങ്ങൾ എത്ര മണിക്കാണ് ഉറങ്ങുന്നത്, എത്ര മണിക്കാണ് ഉണരുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ സമയക്രമം. നിങ്ങൾ എത്ര മണിക്കാണ് ഉറങ്ങുന്നത്? 10:30, 11:30. അപ്പോൾ നിങ്ങൾ ഉറങ്ങുന്ന സമയത്തൊക്കെ ഞാൻ വളരെ ജാഗ്രതയോടെ ഉണർന്നിരിക്കുന്ന സമയമാണ് എന്ന് മാത്രം പറയുന്നു. അപ്പോൾ നമുക്ക് ഉറക്കമൊക്കെ ഒന്ന് കുറയ്ക്കാൻ പറ്റും. ചെറുപ്പം ഞാൻ എൻ്റെ റിസർച്ച് ചെയ്ത സമയത്ത് ഞാൻ എല്ലാ ദിവസവും 18 മണിക്കൂർ വർക്ക് ചെയ്തിരുന്നു. 18 മണിക്കൂർ, 24 മണിക്കൂറിൽ 18 മണിക്കൂർ, 19 മണിക്കൂർ ഞാൻ വർക്ക് ചെയ്തിരുന്നു. അത് യഥാർത്ഥത്തിൽ അത് നമ്മൾ അതിലേക്കങ്ങ് മുഴുകിപ്പോയാൽ പിന്നെ നമുക്ക് ഒരിക്കലും മറ്റൊന്നിനു വേണ്ടി സമയം കിട്ടുകയില്ല. കഴിയണം. പ്രത്യേകിച്ച് നിങ്ങൾ യങ് പീരീഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് പോലെ ഒരു കാര്യം ലോകത്ത് വേറെ എപ്പോഴും ചെയ്യാൻ കഴിയത്തില്ല. ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് വളരെ യങ് ആയിട്ടുള്ള സമയമാണ്. ഈ സമയം നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക, പരമാവധി വർക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും ഞാൻ വിഷയത്തിലേക്ക് വരുന്നു. ഇങ്ങനെ ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് എന്ന് പറയുന്ന ഈ വ്യക്തി, അദ്ദേഹം ഇന്ത്യയിൽ വരുന്നത് ഒരിക്കലും മിഷണറി പ്രവർത്തനത്തിനല്ല. അദ്ദേഹം ഡോക്ടറേറ്റൊക്കെ നേടിയിട്ട് തമിഴ്നാട്ടിലേക്ക് എത്തുന്നത് നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന വേറെ ഒരു മിഷണറിയും അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ മക്കളും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി അധ്യാപകനായിട്ടാണ് വരുന്നത്. അധ്യാപകനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തമിഴ് പഠിക്കുന്നു. അങ്ങനെ അദ്ദേഹം ഇവിടെ വന്ന് 16 ഭാഷകൾ വശപ്പെടുത്തുന്നു. അങ്ങനെ മലയാള ഭാഷ മാതൃഭാഷയുടെ അല്ല, മാതൃഭാഷ ജർമ്മനാണ് അദ്ദേഹത്തിൻ്റെ. പക്ഷേ അദ്ദേഹം നമ്മുടെ ഭാഷ പഠിക്കുകയും നമ്മുടെ ഭാഷയിൽ ആദ്യത്തെ പത്രം ആരംഭിക്കുകയും നമ്മുടെ ഭാഷയിലെ പഴഞ്ചൊല്ലുകളെല്ലാം അദ്ദേഹമാണ് ശേഖരിക്കുന്നത്. നമ്മളിപ്പം പഴഞ്ചൊല്ലുകൾ നമ്മൾ പറയുന്നില്ലേ, നമ്മൾ പലതരത്തിലുള്ള പഴഞ്ചൊല്ലുകൾ നമുക്കുണ്ടല്ലോ. ഇതൊക്കെ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ആരാണ്? ഇതെല്ലാം ശേഖരിച്ചത് അദ്ദേഹമാണ്. വേറെ എവിടെയും പഴഞ്ചൊല്ലുകൾ വാമൊഴിയായി പോവുകയും കേട്ട് പോവുകയും ചെയ്തു. ആരും രേഖപ്പെടുത്തിയിരുന്നില്ല. ആദ്യമായി പഴഞ്ചൊല്ലുകൾ ശേഖരിക്കുന്ന അദ്ദേഹമാണ്. മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് നമ്മൾ പറയത്തില്ലേ. ഇതുപോലെയുള്ള പല കാര്യങ്ങളും നമ്മൾ പറയുന്നത് യഥാർത്ഥത്തിൽ ഇതിനെല്ലാം കടപ്പെട്ടിരിക്കുന്ന ആരുമായിട്ടാണ്? ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് എന്ന ജർമ്മൻകാരനുമായിട്ടാണ്. നമ്മളെന്തൊരു അഹങ്കരിക്കുകയാണ്, ഇതെല്ലാം നമ്മൾ സൂക്ഷിച്ചിരിക്കുകയാണ്, ഇതൊക്കെ നമ്മുടേത് സ്വന്തമാണ്. എല്ലാം പഴഞ്ചൊല്ല് പതിരില്ല എന്നൊക്കെ നമ്മളിങ്ങനെ അടിക്കും. മീറ്റിങ്ങിലൊക്കെ ഒന്ന് ഭയങ്കരമായിട്ട് നമ്മൾ പഴഞ്ചൊല്ലുകളൊക്കെ പറയും. ഇതൊക്കെ ആരാണ് സൂക്ഷിച്ച് വെച്ചിരുന്നത്? ഇതൊക്കെ ആരാണ് ശേഖരിച്ച് വെച്ചത്? ഇതൊക്കെ ആരാണ് ശേഖരിച്ച് നമുക്ക് നൽകിയത് എന്ന ചോദ്യത്തിന് മുമ്പിൽ നമുക്ക് ഉത്തരമില്ല. ഉത്തരമുണ്ടെങ്കിൽ തന്നെ തെറ്റാണ്. യഥാർത്ഥ ഉത്തരം ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ടാണ്. പഴഞ്ചൊൽ മാല എന്നൊരു പുസ്തകം ആദ്യമായി ഉണ്ടാകുന്നത് അദ്ദേഹമാണ്. ഈ പഴഞ്ചൊല്ലുകൾ മുഴുവൻ ശേഖരിച്ച് വെച്ചത് അദ്ദേഹം. ഡിക്ഷണറി ഉണ്ടാക്കി. അദ്ദേഹം വളരെ ഗംഭീരമായി സാധാരണക്കാർക്ക് കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നിഘണ്ടു ഉണ്ടാക്കി. ആ നിഘണ്ടുവിൻ്റെ രചനയെക്കുറിച്ച് ഹെർമൻ ഗുണ്ടട്ടിൻ്റെ ഡയറിയിൽ പറഞ്ഞിട്ടുണ്ട്. വളരെ രസകരമായ കാര്യമുണ്ട്. അദ്ദേഹം ആ പ്രദേശങ്ങളെല്ലാം നടന്നു പോയിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പോക്കറ്റിലൊരു ചിറ്റ് ബുക്ക് ഉണ്ടായിരുന്നു. ഈ ചിറ്റ് ബുക്കിനകത്ത് അദ്ദേഹം ഈ പോകുമ്പോഴെല്ലാം വാക്കുകൾ കുറിച്ച് വയ്ക്കും. പല സ്ഥലങ്ങളിലും പോവും. ചന്തയിലൊക്കെ പോവും, മാർക്കറ്റ് പ്ലേസ് ചന്തയിലൊക്കെ പോകുമ്പോൾ അവിടെ ആളുകൾ എങ്ങനെ സംസാരിക്കും, സാധനങ്ങളൊക്കെ വിൽക്കുന്ന ആളുകൾ തമ്മിൽ സംസാരിക്കും. ഇതൊക്കെ അദ്ദേഹം കുറിച്ച് വയ്ക്കും. എന്നിട്ട് അദ്ദേഹം ഒരു സുഹൃത്തിനോട് ചോദിക്കും ഇതിൻ്റെ അർത്ഥം എന്താണെന്ന്. മറ്റേ അദ്ദേഹം പറയും, അയ്യോ ആരോടും പറയരുത് കേട്ടോ, ഇത് പച്ചത്തെറിയാണിത്, ഈ വാക്ക് ചന്തയിൽ നിന്ന് കിട്ടിയ വാക്കല്ലേ. അപ്പോൾ പറയും ഇതിൻ്റെ മീനിങ് എന്ന അർത്ഥം എന്താണ്. അപ്പോൾ നോക്ക് എന്ത് അപകടകരമായ തരത്തിലാണ് അദ്ദേഹം ഡിക്ഷണറി തയ്യാറാക്കിയത്. നിങ്ങൾക്കിപ്പോൾ ഡിക്ഷണറി തയ്യാറാക്കാൻ ഒരു പ്രയാസമില്ല. നിങ്ങൾക്ക് 10 ഡിക്ഷണറികൾ എടുത്ത് വയ്ക്കുക, അതിലെ മുഴുവൻ കോപ്പി ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് ചെയ്യും പുതിയ കുറച്ച് വാക്കുകളൂടി ചേർക്കുക. ഒരു പുതിയ ഡിക്ഷണറി ഉണ്ടാക്കാൻ ഒരു പ്രയാസമില്ല. ശൂന്യതയിൽ നിന്നൊരു ഡിക്ഷണറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് സാഹസമാണ്. പ്രത്യേകിച്ചും ആ ഭാഷയിൽ അന്നോളം ആരും ചെയ്യാത്തൊരു കാര്യം. അന്നോളം നമ്മുടെ വൊക്കാബുലറിയെ ഒരിക്കലും ശേഖരിച്ചില്ല. നമ്മുടെ ഭാഷ വാക്കുകളെ ആരും ശേഖരിക്കാത്ത കാലത്താണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് എന്ന് പറയുന്ന ഈ പണ്ഡിതനായ മനുഷ്യൻ, ജർമ്മൻകാരനായ ആൾ ഇവിടെ വരികയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി, സാമൂഹിക പ്രവർത്തനത്തിൻ്റെ ഭാഗമായി, സമൂഹത്തെ നന്നാക്കുന്നതിൻ്റെ ഭാഗമായി, നവീകരണത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ഒരു ഡിക്ഷണറി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. നമുക്ക് വേണ്ടി
എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചിരിക്കുന്നില്ല 2024 ഇവിടെ ഇങ്ങനെ ഒരു സെമിനാരിയിൽ വന്ന മല്ലക്കാവ് മോഹൻദാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇവിടെ വന്ന് ഹെർമൻ ഗുണ്ടറ്റിൻ്റെ അവദാനങ്ങൾ വാഴ്ത്തുമെന്ന് അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. അദ്ദേഹത്തെക്കുറിച്ച് ആരെങ്കിലും എഴുതും, അദ്ദേഹത്തെക്കുറിച്ച് ആരെങ്കിലും പറയുമെന്ന് അദ്ദേഹം കരുതിയിരുന്നില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞത് നമ്മൾ നിരന്തരമായി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു, നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഡോക്ടർ ഹെർമൻ ഗുണ്ടറ്റ് എന്ന് പറയുന്ന ആളിനെ എല്ലാ ദിവസവും നമ്മൾ ഓർക്കുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, നമ്മുടെ കേരളം ഓർക്കുന്നു, ലോകം ഓർക്കുന്നു. കേരളത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം നമ്മൾ പറയുന്നുണ്ട് കേരളം എന്തിൻ്റെ നാടാണെന്ന് പറയും. ഉറക്കെ പറയൂ, ദൈവത്തിൻ്റെ സ്വന്തം നാട്. ആരാണിത് പറഞ്ഞത്? ആലോചിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടില്ല. ലോകത്തെല്ലാവരും പറയുന്നു കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വാചകമായി എടുത്തു പറയുന്നു, ലോകം കേരളത്തെ വിൽക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ ലോകത്തിലെ ടൂറിസ്റ്റുകളെല്ലാം എവിടേക്ക് ആഗ്രഹിക്കുന്നത് കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട്. യഥാർത്ഥത്തിൽ ആദ്യം പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞ ഡോക്ടർ ഹെർമൻ ഗുണ്ടറ്റാണ്. ഇത് എത്ര പേർക്ക് അറിയാം, എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ട്? അദ്ദേഹം കന്യാകുമാരിയിൽ നിന്നും അദ്ദേഹം നാഗർകോവിലിൽ നിന്ന് അദ്ദേഹം യാത്ര ചെയ്ത് പോവുകയാണ്. കേരളത്തിലൂടെ അദ്ദേഹം മാംഗ്ലൂരിലെ മംഗലാപുരത്തേക്ക് അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത് പോയപ്പോൾ അദ്ദേഹം ഈ മനോഹരമായ പച്ചപ്പും സുഖതമായ കാലാവസ്ഥയും, കിഴക്കുവശത്ത് നോക്കുമ്പോൾ ഇങ്ങനെ പർവ്വതം, ആകാശം വിട്ട് നിൽക്കുന്ന പർവ്വതവും, പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കുമ്പോൾ തിരയടിച്ചു വരുന്ന അറബിക്കടലുമൊക്കെ കണ്ടപ്പോൾ, ഈ സമ്മോഹനമായ പ്രകൃതി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ പാരഡൈസ് എന്ന്, ദൈവത്തിൻ്റെ പാരഡൈസാണെന്ന് പറഞ്ഞു. അതാണ് നമ്മൾ പിന്നീട് ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്ത് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാക്കി തീർത്തത്. പക്ഷേ അങ്ങനെ എടുത്തപ്പോൾ അതിന് താഴെ നമ്മൾ പറഞ്ഞില്ല ഇത് ഹെർമൻ ഗുണ്ടറ്റ് പറഞ്ഞതാണ് എന്ന് നമ്മൾ പറഞ്ഞില്ല. അതാണ് നമ്മുടെ കൃതജ്ഞത. കൃതജ്ഞത എന്ന വാക്കിൻ്റെ തൊട്ടിപ്പുറത്ത് മറ്റൊരു വാക്കുണ്ട്, ചെറിയ വ്യത്യാസമുള്ളൂ. കൃതജ്ഞത എന്നൊരു വാക്കുണ്ട്. കൃതജ്ഞതയിൽ മുങ്ങി നിൽക്കുകയാണ് മലയാളി. എന്തുകൊണ്ടെന്നാൽ മലയാള ഭാഷയുടെ ഏറ്റവും വലിയ പിതാമഹന്മാരെക്കുറിച്ച് പറയുമ്പോൾ ആ കൂട്ടത്തിൽ പറയേണ്ട ഒരു പേരാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടറ്റ്. നമ്മളതൊരിക്കലും പറയുന്നില്ല. നമ്മൾ എഴുത്തച്ഛനെയും ചെറുശ്ശേരിയെയും കുഞ്ഞൻ നമ്പ്യാരെയും പറഞ്ഞിട്ട് നമ്മൾ മറ്റെവിടേക്കോ ഓടിപ്പോകുന്നു. അങ്ങ് അകലെ നിൽക്കുന്ന പ്രകാശഗോപുരമായി നിൽക്കുന്ന ഹെർമൻ ഗുണ്ടറ്റിനെ നമ്മൾ ഓർക്കുന്നില്ല. മലയാളത്തിലെ ആദ്യത്തെ പത്രം, മലയാള ഭാഷയ്ക്ക് വേണ്ടി ഒരു ഡിക്ഷണറി, മലയാള ഭാഷയുടെ ഈ പഴഞ്ചൊല്ലുൾപ്പെടെയുള്ളവ ശേഖരിച്ചു തരുന്നു. ഇങ്ങനെ ഭാഷയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഗദ്യസാഹിത്യം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി വലിയ ശ്രമം നടത്തിയ ആളാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടറ്റ്. അദ്ദേഹത്തെ നമ്മൾ ഓർക്കുന്നില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. നേരത്തെ അദ്ദേഹം താമസിച്ചിരുന്ന ഈ പത്രമൊക്കെ പുറത്തിറങ്ങിയ തലശ്ശേരിയിൽ ഇല്ലിക്കുന്നിൽ ഒരു അദ്ദേഹത്തിൻ്റെ താമസിച്ചിരുന്ന ബംഗ്ലാവ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഗവേഷണ കാലത്തൊക്കെ ഞാനവിടെ പോയിട്ടുണ്ട്. എനിക്ക് വലിയ സങ്കടം വരും. എല്ലാ ദിവസവും അവിടെ പോയിട്ട് വരിച്ചു വരുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളും അടുപ്പമുള്ളവരൊക്കെ ചോദിക്കുമ്പോൾ എന്താ വിഷമിച്ച് വരുന്നത്? സത്യത്തിൽ എനിക്ക് സങ്കടമാണ്. ആ ഹെർമൻ ഗുണ്ടറ്റ് എന്ന് പറഞ്ഞ മഹാനായ അദ്ദേഹം നടന്നിരുന്ന വഴികൾ, അദ്ദേഹം ചാരുകസേരയിൽ കിടന്നിരുന്ന ചാരുകസേരയും ഒക്കെ ഉണ്ടായിരുന്ന അദ്ദേഹം ഈ പത്രം പുറത്തിറങ്ങിയ വരാന്ത, ഇതൊക്കെയുണ്ട്. പക്ഷേ അത് ഒരു ഓട്ട് കമ്പനിയുടെ ഓഫീസായിരുന്നു ഇത്ര കാലം, വർഷങ്ങളോളം. പിന്നീടത് ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മുടെ ഗവൺമെൻറ് അത് ഏറ്റെടുക്കുകയും സ്മാരകമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ വളരെ വർഷക്കാലം അത് ഒരു ഒട്ട് കമ്പനിയുടെ ഓഫീസായി പ്രവർത്തിക്കുകയായിരുന്നു. പോട്ടെ, ഒന്നാമത്തെ പത്രം 1847 പുറത്തിറങ്ങുന്ന രാജ്യസമാചാരം എന്ന പത്രം. ഈ പത്രം പ്രതിമാസം മാസത്തിലൊന്ന് മാത്രമാണ്. അന്ന് ദിനപത്രം എന്ന സങ്കല്പം വന്നിട്ടില്ല ഇവിടെ. മാസത്തിലൊന്ന് മാത്രം. ഈ ഇത്രയും പേജസ് നിങ്ങൾ കണ്ടില്ലേ, കണ്ടുപോയില്ലേ? അത് എവിടെ വരെ എത്തിയത്? ഒരിടത്ത് സ്റ്റക്കായിരിക്കുകയാണോ? അപ്പോൾ ഈ പത്രം ഇങ്ങനെ പുറത്തിറങ്ങിയിരുന്നു. അത് ലെവലിലേക്ക് എത്തി. രാജ്യസമാചാരം എന്ന പത്രം എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഞാൻ പഠിച്ചിരുന്നത് ഇതൊരു ക്രൈസ്തവ മതത്തിന് വേണ്ടി മാത്രം, ക്രിസ്ത്യാനികളെ ഉയർത്തുന്നതിന് വേണ്ടി മാത്രമുള്ളൊരു പത്രമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അത് മാത്രമല്ല ഇതിലുള്ളത്. അതുണ്ട്, പക്ഷേ അതിലും നമ്മൾ കിട്ടുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ, അവിടുന്ന് വരുന്ന റിപ്പോർട്ടുകൾ ഒക്കെയുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയാം, കാപ്പിരിയുടെ വിശേഷം നിറുന്നുണ്ട്. കാപ്പിരി എന്ന് പറയുന്ന ആരാണ്? കറുത്തവനാണ്, ആഫ്രിക്കക്കാരനാണ്. ആഫ്രിക്കയിലുള്ളൊരു കറുത്തവൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. മലയാളികളൊക്കെ പലരും പറയുന്നുണ്ട്, നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട്, ഈ നമ്മുടെ ചാനലുകളിലൊക്കെ എപ്പോഴും കാണുന്നത് ഈ വെളുപ്പിനെ കുറിച്ചാണ്. വെളുപ്പിൻ്റെ മഹത്വമാണ് നമ്മൾ പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ അമേരിക്ക ചെന്നാലോ, നമ്മൾ ഇംഗ്ലണ്ടിൽ ചെന്നാലോ നമ്മൾ കറുത്തവരായി പോകും. ഇവിടെ വെളുത്ത സുന്ദരനായി നടക്കുന്നാലോ, വെളുത്ത സുന്ദരനും സുന്ദരിയുമായി നടക്കുന്ന പ്രധാനപ്പെട്ട ആളുകൾ അവിടെ ചെന്നാലോ അവർ പെട്ടെന്ന് കറുപ്പരായി. കാരണം അവിടെ ഇതിനേക്കാൾ വെളുപ്പുള്ളവരാണുള്ളത്. അപ്പോൾ ഈ നിറമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട അപകടകരമായ സാധനമാണ്. നിറത്തിൻ്റെ പിന്നാലെ പോകരുത് സുഹൃത്തുക്കളെ. നിറം നല്ലതാണ്, പക്ഷേ നിറം വെച്ചിട്ട് മനുഷ്യനെ വിലയിരുത്തുക എന്ന് പറയുന്ന പോലെ അപകടം വേറൊന്നുമില്ല. മഹാത്മജി ആദ്യമായിട്ട് നടത്തിയ സമരം അപ്പാർത്തൈഡ് എതിരെയാണ്. അപ്പാർത്തൈഡ് എന്ന് പറഞ്ഞാൽ വർണ്ണ വിവേചനം. അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ പോകുമ്പോൾ അദ്ദേഹം നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അദ്ദേഹം ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ കയറാൻ തുടങ്ങുമ്പോൾ അവിടുത്തെ നിൽക്കുന്ന TTR ഒരൊറ്റ ചവിട്ടിന് അദ്ദേഹത്തെ താഴെ വീണു, പല്ലുപോയി. അദ്ദേഹം എന്തിനാണ് എന്നെ ഇങ്ങനെ ചവിട്ടി പുറത്താക്കിയത്? അപ്പോഴാണ് പറഞ്ഞത്, ഇത് കറുത്തവന് കയറാനുള്ള കമ്പാർട്ട്മെൻ്റ് അല്ല, ഇത് വെളുത്തവന് വേണ്ടിയുള്ള കമ്പാർട്ട്മെൻറ്റാണ്. അപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് കറുത്തവനും വെളുത്തവനും തമ്മിലുള്ള വ്യത്യാസം. ഇന്ത്യയിൽ അദ്ദേഹം വെളുത്തവനാണ്, ഇന്ത്യയിൽ അദ്ദേഹം സവർണനാണ്, ഇന്ത്യയിൽ അദ്ദേഹം എല്ലാ ആദരവും ലഭിക്കുന്ന ആളാണ്. പക്ഷേ അവിടെ എത്തിയപ്പോഴോ അദ്ദേഹം കറുപ്പനായി, അദ്ദേഹം തിരസ്കൃതനായി, അദ്ദേഹം
കീഴാളനായി ഇതെല്ലാം ഉണ്ടായി. അപ്പോഴാണ് അദ്ദേഹം വിചാരിച്ചത് സമരം ചെയ്തേ മതിയാവും. അങ്ങനെയാണ് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ സമരം ആരംഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സമരം തുടങ്ങുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ല, അവിടെയുള്ള കറുത്തവരും വെളുത്തവരും തമ്മിലുള്ള വർണ്ണവിവേചനത്തിനെതിരെയാണ് അദ്ദേഹം സമരം ആരംഭിക്കുന്നത്. അപ്പോൾ നിൽക്കട്ടെ, ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ വിഷയത്തിലേക്ക് വരുന്നു. ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഭാഷയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഭാഷയിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. അപ്പോൾ ഭാഷയിൽ നമ്മൾ പഠിക്കുന്നത് 15-16 നൂറ്റാണ്ടുകളൊക്കെ നമ്മൾ പഠിക്കുന്നത് ആരെയാണ്? എഴുത്തച്ഛനെ പഠിക്കുന്നു. എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം പദ്യമാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് എന്താണ്? എഴുത്തച്ഛന് മുൻപേയാണ് ചെറുശ്ശേരി. അത് പലർക്കും അറിയത്തില്ല. മലയാള ഭാഷയുടെ പിതാവായി നമ്മൾ കരുതുന്നത് എഴുത്തച്ഛനെയാണ്. പക്ഷേ അതിനു മുമ്പേ വേറൊരു അച്ഛനുണ്ടായിരുന്നു, അത് ചെറുശ്ശേരിയാണ്. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയൊക്കെ എന്ത് മനോഹരമായ മലയാളമാണ് അല്ലേ? നല്ല മലയാളമാണ്. താഴത്തേക്കച്ചുത ചാടല്ലേ ചാടല്ലേ എന്നൊക്കെ എഴുതിയിരിക്കുന്നത് രസകരമായിട്ട് അദ്ദേഹം എഴുതുന്നത്. പക്ഷേ അദ്ദേഹത്തെ നമ്മൾ കളഞ്ഞിട്ട് എഴുത്തച്ഛനിലേക്ക് നമ്മൾ വന്നു. അധ്യാത്മരാമായണമൊക്കെ എഴുതുകൊണ്ട് എഴുത്തച്ഛനാണ് നമ്മൾ ഭാഷയുടെ പിതാവായെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ എഴുത്തച്ഛനും അന്നൊക്കെ പദ്യം മാത്രമേ ഉള്ളൂ, ഗദ്യമില്ല. പിന്നീട് വരുമ്പോഴത്തേക്കാണെങ്കിലോ താഴേക്ക് വരുമ്പോൾ കുഞ്ഞൻ നമ്പ്യാർ, അവിടെയും പദ്യം മാത്രമേ ഉള്ളൂ, ഗദ്യമില്ല. അപ്പോൾ പദ്യത്തിലേക്ക് മാത്രം പോയിരുന്ന മലയാള ഭാഷയെ ഗദ്യസാഹിത്യത്തിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? ഗദ്യസാഹിത്യത്തിൽ കൊണ്ടുവന്നതിൽ രണ്ട് പ്രധാനപ്പെട്ട 2-3 പേരുടെ കാര്യം. ഒന്ന് നേരത്തെ അർണോസ് പാതിരിയുടെ കാര്യം, നമ്മൾ വ്യാകരണത്തിൻ്റെ കാര്യം പറഞ്ഞു. പക്ഷേ ഗദ്യസാഹിത്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ചില ഗ്രന്ഥങ്ങളുണ്ട്. അത് നമ്മുടെ വ്യാകരണത്തിൽ നോക്കിയാൽ ലീലാതിലകം, മലയാളം പഠിക്കുന്ന ആൾക്കറിയാം, ലീലാതിലകമാണ് പഴയ പ്രാചീനമായ മലയാള വ്യാകരണ ഗ്രന്ഥം. അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഭാഷയുടെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഇപ്പോൾ അർണോസ് പാതിരി നേരത്തെ ഞാൻ പറഞ്ഞു, നമുക്കൊരു വ്യാകരണം ഉണ്ടാക്കിയെടുത്തു. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടുത്തെ പത്രങ്ങളാണ് നമ്മുടെ ഗദ്യഭാഷ നമുക്ക് രൂപപ്പെടുത്തിയിരുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്. മറ്റൊന്ന് ക്രിസ്ത്യാനിറ്റിയുമായി നേർബന്ധമുള്ള ഒന്നാണ് ഈ സുന്നഹദോസിലേക്ക് നമ്മൾ എത്തുന്നത്. സുന്നഹദോസിൽ ഉപയോഗിച്ചേക്കുന്ന ഭാഷ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മലയാള ഭാഷയുടെ വികാസ പരിണാമത്തിൽ ഏറ്റവും പ്രധാനമായി എടുത്തു കാട്ടേണ്ട ഒന്നാണ് 1599 ഉദയംപേരൂർ സുന്നഹദോസ്. ഉദയംപേരൂർ സുന്നഹദോസ് ഉപയോഗിച്ചേക്കുന്ന ഗദ്യഭാഷ മലയാള ഭാഷയുടെ ഒരു ഏറ്റവും പ്രിമിറ്റീവായിട്ടുള്ള രൂപമായി നമുക്ക് പഠിക്കേണ്ടി വരും. മലയാള ഭാഷ പഠിക്കുന്നവരാരും ഇത് പറയാറില്ല, ഇത് പഠിക്കാറില്ല എന്നതാണ് സത്യം. പക്ഷേ ഇതൊരു റിയാലിറ്റിയാണ്, ഇതൊരു യാഥാർത്ഥ്യമേ നമ്മൾ നിൽക്കുന്നു. 1599 മുമ്പ് ഇത്തരം ഗദ്യഭാഷ വേറെ എവിടെയും ഉപയോഗിച്ചിരുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സുന്നഹദോസിനെ കുറിച്ചൊക്കെ പറയാൻ തുടങ്ങിയാൽ ഒരുപാട് സമയം പോകും. ഇവരാരെങ്കിലും പിന്നീട് ഇത് പറഞ്ഞു തരും എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ അതൊക്കെ വിശദമായി പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ തരത്തിൽ നമുക്കൊരു ഗദ്യഭാഷ വരുന്നു. ആദ്യ കാലഘട്ടങ്ങളിൽ കാത്തലിക് മിഷണറിമാരും പ്രൊട്ടസ്റ്റാൻറ്റ് മിഷണറിമാരുമാണ് ഈ ഭാഷയെ ഉത്കൃഷ്ടമാക്കുവാനും ഗദ്യമുണ്ടാക്കിയെടുക്കുവാനും ശ്രമം നടത്തിയത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊരു കാത്തലിക് കണക്റ്റഡ് സെൻ്ററാണല്ലോ, അതുകൊണ്ട് തന്നെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും. ഇവർ കാത്തലിക് മിഷണറിമാരും പ്രൊട്ടസ്റ്റാൻറ്റ് മിഷണറിമാരുമാണ് ശരിക്കും പറഞ്ഞാൽ ഭാഷയുടെ കാര്യത്തിൽ വളരെ ഗൗരവമായി ശ്രദ്ധിച്ചിരുന്നത് എന്ന കാര്യം ആലോചിക്കണം. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഭാഷ എന്താണ്? പദ്യമോ ഗദ്യമോ? ഗദ്യമല്ലേ? അപ്പോൾ ഞാൻ അർണോസ് പാതിരി എന്ന് പറയുന്ന മഹാനായ മിഷണറിയെ ഓർക്കുന്നു, ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ടിനെ ഓർക്കുന്നു, ബെഞ്ചമിൻ ബെയ്ലിയെ ഓർക്കുന്നു, സുന്നഹദോസ് എന്ന് പറയുന്ന ഈ അന്നത്തെ വലിയ ഒത്തുചേരലിനെ ഞാൻ ആദരവോടെ കാണുന്നു. കാരണം അന്ന് ഗദ്യം ഉണ്ടാക്കിയെടുത്തതുകൊണ്ടാണ് എനിക്കിന്ന് നിങ്ങളോട് ഗദ്യം സംസാരിക്കാൻ കഴിയുന്നത് എന്ന കാര്യം ഓർക്കുക. നമ്മൾ ഇന്നലെകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ഇന്നിൽ ജീവിക്കാൻ കഴിയുകയുള്ളൂ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃതജ്ഞത എന്ന വാക്കിനെ നമ്മളൊരു വശത്തേക്ക് മാറ്റി നിർത്തുന്നു. കൃതജ്ഞത എന്ന വാക്കിനെ നമ്മളെപ്പോഴും കൊണ്ടു നടക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഭാഷയുടെ കാര്യത്തിൽ ഇത് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. രാജ്യസമാചാര, പശ്ചിമോദയം എന്നീ പത്രങ്ങൾ മാത്രമല്ല, ആദ്യത്തെ 40 വർഷക്കാലം മലയാള ഭാഷയിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ വെർണാക്കുലർ, എല്ലാ പ്രാദേശിക പത്രപ്രവർത്തനത്തിലും പത്രങ്ങൾ ആരംഭിച്ചത് മിഷണറിമാരാണ്. ഇത് നിങ്ങൾക്കറിയുന്ന വിവരമാണോ? അല്ല, പലരും പറയാറില്ല. എല്ലാവർക്കും അറിയാം, പക്ഷേ പലരും പറയാറില്ല. എല്ലാ ഭാഷകളും, തമിഴിൻ്റെ കാര്യമെടുത്താൽ ശരി, തെലുങ്കിൻ്റെ കാര്യമെടുത്താൽ ശരി, ബാക്കി എല്ലാ ഭാഷകളിലും ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാപത്രം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ദിഗ്ദർശനാണ്. അത് ബംഗാളിലെ മിഷണറിമാരാണ് അത് സ്ഥാപിച്ചത്. ബംഗാളിലും ക്രൈസ്തവ മിഷണറിമാരാണ് ദിഗ്ദർശൻ എന്ന് പറയുന്ന ആദ്യത്തെ ഭാഷാപത്രം സ്ഥാപിച്ചത്. സറാംപൂർ എന്ന് പറയുന്ന അവിടെ ബംഗാളിലെ സെമിനാരി, ഇന്ന് ഇവിടെ സെമിനാരിയിൽ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നതാണ്, ഞാൻ ആദ്യം താമസിച്ച ഒരു സെമിനാരി സറാംപൂർ സെമിനാരിയാണ്. എൻ്റെ ഗവേഷണ കാലത്ത് ഞാൻ സറാംപൂറിൽ പോവുകയും അവിടുത്തെ സെമിനാരിയിൽ താമസിക്കുകയും പല സെമിനാരികളിൽ ഞാൻ താമസിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഇന്ന് ഇവിടെ താമസിക്കാൻ ഇവിടെയും എനിക്ക് ഭാഗ്യമുണ്ടാകുന്നു. അപ്പോൾ ഈ സെമിനാരികളൊക്കെ എഡ്യൂക്കേഷൻ സെൻ്ററുകളാണ്, വിദ്യാഭ്യാസ കേന്ദ്രങ്ങളാണ്. അവിടുത്തെ ആർക്കൈവ്സ് എന്നൊക്കെ പറഞ്ഞാൽ സർക്കാരിൻ്റെ ആർക്കൈവ്സിനെ വെല്ലുന്ന ആർക്കൈവ്സാണ് അവിടെയുള്ളത്, സറാംപൂറിലുള്ളത്. അതുപോലെ തന്നെ ഇവിടെ യുണൈറ്റഡ് തിയോളജിക്കൽ സെമിനാരി ബാംഗ്ലൂരിൽ
എത്ര ദിവസങ്ങൾ ഞാൻ അവിടെ ചിലവഴിച്ചിട്ടുണ്ട് എൻ്റെ ഗവേഷണ കാലത്ത്. പഴയ കാലത്തെ ഡോക്യുമെൻറ്റ്സ് നോക്കുന്ന, രേഖകൾ നോക്കുന്നതിന് വേണ്ടി. ഇതൊക്കെ വളരെ കൃത്യമായി സൂക്ഷിക്കുന്നു. ഇവിടുത്തെ ഗ്രന്ഥശാലയും ഞാനിന്ന് സന്ദർശിക്കേണ്ട നിങ്ങളുടെ റിസർച്ച് ലൈബ്രറി ഞാൻ കാണുകയുണ്ടായി. മനോഹരമായ ലൈബ്രറി, വളരെ ഭംഗിയായി ക്രമീകരിച്ചിരിക്കുന്നു. അവിടെ നിരവധിയായിട്ടുള്ള പുസ്തകങ്ങൾ എല്ലാം ഇങ്ങനെ ഒന്ന് കണ്ടുപോകുക, തൊട്ട് നോക്കുക എന്ന ഭാഗ്യം മാത്രമേ ഉണ്ടായുള്ളത്. ധാരാളമായി വായിക്കാൻ തോന്നിപ്പോകുന്ന വലിയ കളക്ഷൻ ഉണ്ട് അവിടെ. നന്നായിരിക്കട്ടെ, നിങ്ങളതെല്ലാം ഉപയോഗപ്പെടുത്തണമെന്ന് നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പോൾ കാരണം പുസ്തകങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് പട്ടിണി വന്നപ്പോൾ ബെർട്ടോൾട്ട് ബ്രെത്ത് എന്ന് പറയുന്ന ലോകപ്രശസ്തനായ നാടകകാരൻ പറഞ്ഞു, പട്ടിണി കിടക്കുന്ന മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ എന്ന്. പട്ടിണി കിടക്കുമ്പോൾ പട്ടിണി മാറ്റാൻ ഭക്ഷണമല്ല എടുക്കാൻ പറഞ്ഞത്, പട്ടിണി മാറ്റാൻ എന്താണ്? പുസ്തകം കയ്യിലെടുത്തോളൂ എന്നാണ് പറയുന്നത്. പുസ്തകം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ വലിപ്പം അതാണ്. നിങ്ങളുടെ വിശപ്പിനെ, നിങ്ങളുടെ ദാഹത്തെ ഒക്കെ മാറ്റാൻ കഴിയുന്ന ഒന്നാണ് പുസ്തകമെന്ന് പറയുന്നത്. ബ്രത്ത് പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല. ബ്രത്ത് പറഞ്ഞത് ലോകത്തിലെ പട്ടിണി കിടക്കുന്ന മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ എന്ന് പറയുന്നത്. അവന് അറിവുണ്ടാവുമ്പോൾ ഇതിനൊരു പരിഹാരമുണ്ടാവും. അവൻ ചിലപ്പോൾ സമരം നടത്തിയെന്ന് വരും, അവൻ ചിലപ്പോൾ കലാപം നടത്തിയെന്ന് വരും. അപ്പോൾ പുസ്തകം എന്ന് പറയുന്നത് മാറ്റത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയാണ്, ചാലക ശക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈബ്രറിയെ ഒരിക്കലും കൈവിട്ട് കളയരുത്. പുസ്തകങ്ങളുമായി എപ്പോഴും സഹവർത്തിത്വം സ്ഥാപിക്കുക. പുസ്തകങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരാകട്ടെ. നിങ്ങൾക്ക് പുസ്തകങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് കരുത്തു നൽകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഈ തരത്തിൽ നമുക്ക് ഈ രാജ്യസമാചാരം രണ്ടാമത്തെ പത്രമാണ് പശ്ചിമോദയം. നിങ്ങളെ ഞാൻ വീണ്ടും ഒന്നുകൂടി അത്ഭുതപ്പെടുത്തുന്നത് രണ്ടാമത്തെ പത്രമാണിത്. പശ്ചിമോദയം എന്ന് പറയുന്നതാണ് മലയാളത്തിലെ രണ്ടാമത്തെ പത്രം. 2 മാസത്തെ ചേട്ടനും അനിയനുമാണ്. അത് ജൂണിലിറങ്ങി, ഇത് ആഗസ്റ്റിലിറങ്ങി. ചെറിയ 2 മാസത്തെ വ്യത്യാസം. പശ്ചിമോദയം രണ്ടാമത്തെ പത്രം. ഈ പത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മലയാളി ആദ്യമായിട്ട് ശാസ്ത്രബോധം ഉണ്ടാകുന്ന ഈ പത്രത്തിലൂടെയാണ്. മലയാളി ആദ്യമായിട്ട് മാപ്പ് കാണുന്നത്. മാപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഭൂമിയിലെ അക്ഷാംശ രേഖാംശങ്ങളുടെ ജാലികയെ ഒരു പ്രത്യേക പ്രതലത്തിലേക്ക് പകർത്തുമ്പോൾ എന്തായി മാറും അത്? മാപ്പ്. നിങ്ങൾ ജോഗ്രഫിയിൽ പഠിക്കുന്നതാണ് മാപ്പ് എന്ന് പറയുന്നത്. ആ മാപ്പ് ഉണ്ടാകുന്നത്, മാപ്പ് ആദ്യമായി മനുഷ്യൻ കാണുന്നത് എങ്ങനെയാണ്? മലയാളി ആദ്യമായിട്ട് കാണുന്ന മാപ്പ് രാജ്യസമാചാരത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. രാജ്യസമാചാരം എന്ന പുസ്തകത്തിൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആദ്യമായിട്ടൊരു മാപ്പ് കാണുന്നത് ക്രൈസ്തവ മിഷണറിമാരാണ് നമുക്കൊരു മാപ്പ് നൽകുന്നത്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്, ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് സയൻസിനെതിരാണ് എന്ന് കേട്ടിട്ടുണ്ട്. കേട്ടുക മാത്രമേ വലിയ പ്രചാരം നടത്തിയിട്ടുമുണ്ട്, സയൻസിന് എതിരാണ് എന്ന്. ഒരിക്കലുമല്ല. സയൻസ് ആദ്യമായിട്ട് മലയാളിയെ പഠിപ്പിച്ചത് മിഷണറിമാരാണ്. ശാസ്ത്രബോധം ആദ്യമായിട്ട് മലയാളിക്ക് ഉണ്ടാകുന്ന മിഷണറിമാരാണ്. ആദ്യമായിട്ട് സോളാർ സിസ്റ്റം ഉണ്ടാകുന്നത് മിഷണറിമാരാണ്. ഇവിടുത്തെ ആദ്യം തുടക്കത്തിൽ തന്നെ അച്ഛൻ്റെ ടാക്കിൽ സൂര്യനെക്കുറിച്ച് പറയുകയുണ്ടായി. സൂര്യനും മറ്റ് ഗ്രഹങ്ങളും ഒക്കെ ചേർന്ന് നിൽക്കുന്ന സോളാർ സിസ്റ്റം, സൗരയൂഥം ആദ്യമായി മലയാളി മനസ്സിലാക്കുന്നത് പശ്ചിമോദയത്തിലൂടെയാണ്. ഈ പത്രത്തിലാണ് ആദ്യമായിട്ട് സൗരയൂഥം അച്ചടിച്ചു വരുന്നത്, എല്ലാ ഗ്രഹങ്ങളെക്കുറിച്ചും പഠിക്കുന്നത്. എല്ലാ ലക്കത്തിലും ഭൂമിശാസ്ത്രം പഠിക്കുന്നുണ്ടായിരുന്നു. അതാണ് ഈ പത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായിരുന്നു. ശാസ്ത്രബോധം, ശാസ്ത്ര ചിന്ത നമ്മളിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ച ഒരു ആദ്യത്തെ പ്രസിദ്ധീകരണമാണ്. മലയാളി ആദ്യമായി ശാസ്ത്രചിന്തയിലേക്ക് കൊണ്ടുവന്ന ഒരു പ്രസിദ്ധീകരണമാണ്. മലയാളത്തിലെ രണ്ടാമത്തെ പത്രം മിഷണറിമാർ സ്ഥാപിച്ച ഡോക്ടർ ഹെർമൻ കൊണ്ടിട്ട് തന്നെ ആരംഭിച്ച രണ്ടാമത്തെ പത്രം എന്ന കാര്യം പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനിത് മീറ്റിങ്ങുകളിൽ പറഞ്ഞാൽ അത്ര ഈ പ്രയോജനപ്പെടത്തില്ല എന്നതുകൊണ്ട് എല്ലാ മീറ്റിങ്ങുകളിൽ പോകുമ്പോഴും ഞാനിത് കയ്യിൽ കരുതും. എൻ്റെ വാക്കിന്, എൻ്റെ വർത്തമാനത്തിന്, ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾക്ക് പിൻബലമായി ഇതാ ഒറിജിനലായിട്ടുള്ള പശ്ചിമോദയത്തിൻ്റെ പത്രവും വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കാട്ടുന്നു. നോക്കുക, മാപ്പ് നോക്കുക, അവിടെ ബാക്കിൽ മാപ്പുണ്ട്, അകത്തുള്ള മാപ്പ് തന്നെയാണ്. അപ്പോൾ ഇതും പിൽക്കാലത്ത് ഞാൻ ശേഖരിച്ചതാണെന്ന് എൻ്റെ ഗവേഷണ കാലത്ത് ശേഖരിച്ചാണ്. ഞാനിതും സമൂഹത്തിന് വേണ്ടി അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചു. കാരണം അല്ലെങ്കിൽ എൻ്റെ വാക്കിൻ്റെ പിന്നിൽ കരുത്തോടെ നിൽക്കുന്നത് ഈ 2 ഗ്രന്ഥങ്ങൾ കൂടിയാണ് എന്ന് പറയേണ്ടി വരും. നോക്കുക, 1847 നമുക്ക് മലയാളി ഒരിക്കലും മാപ്പ് കണ്ടിട്ടില്ല. മലയാളി ഒരിക്കലും ലോകത്തുള്ള കോണ്ടിനെൻറ്റുകളെക്കുറിച്ച് അറിയത്തില്ല, മറ്റ് ഭൂഖണ്ഡങ്ങളെക്കുറിച്ച് അറിയില്ല. ആകെ അറിയുന്ന അവൻ ജീവിക്കുന്ന ഒരു കൊച്ചു ഗ്രാമത്തെക്കുറിച്ച് മാത്രമാണ് അറിയുന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് മനുഷ്യനെ തമ്മിൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ നിലനിന്നൊരു കാലത്താണെന്ന് ആലോചിക്കണം. അയാൾക്ക് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ആ കൊച്ചു ഗ്രാമം മാത്രമേ അറിയൂ, മറ്റാരെയും അറിയില്ല, മറ്റാരെയും സ്പർശിക്കാൻ പോലും പാടില്ല. അങ്ങനെ ഒരു കാലത്താണ് ഇതാ നോക്കുക, ലോകത്തിൽ വിവിധ കോണ്ടിനെൻസുകളുണ്ട്, വിവിധ രാജ്യങ്ങളുണ്ട്, അവിടെയൊക്കെ മനുഷ്യരുണ്ട്. അവിടുത്തെ മനുഷ്യരൊക്കെ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നു, ശാസ്ത്രം പഠിക്കുന്നു. നിങ്ങൾ ഭൂമിയിലാണ്, ഭൂമി ഉരുണ്ടതാണ്, ഈ ഭൂമി ഇങ്ങനെ സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല, ഇതൊരു മറ്റൊരു ഗ്രഹത്തെ നമ്മളിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു, നമുക്ക് തന്നെ ഒരു ഉപഗ്രഹം വേറെ ഉണ്ട്. ഇതൊക്കെ പശ്ചിമോദയം എന്ന് പറഞ്ഞ പത്രം നമ്മളോട് പറഞ്ഞു തരികയാണ് 19-ാം നൂറ്റാണ്ടിൽ. നോക്കുക, ഇത് ചെറിയ കാര്യമല്ല. ഇതും മിഷണറിമാരാണ്, ഇതും ക്രൈസ്തവ മിഷണറിമാരുടെ സംഭാവനയാണ്. ഇതും നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങൾ സ്പർശിക്കുമ്പോൾ നിങ്ങൾ സ്പർശിക്കുന്നത് ഡോക്ടർ ഹെർമൻ കൊണ്ടിട്ടെന്ന് പറയുന്ന മഹാനായ ക്രൈസ്തവ മിഷണറിയാണ് നിങ്ങൾ സ്പർശിക്കുന്നത്. ദേവനാമത്തിൽ ഭാരതത്തിലെത്തുകയും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ സാമൂഹ്യ പ്രവർത്തനം നടത്തുകയും ചെയ്ത മഹാനായ ഒരു മിഷണറി
ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ പോയ നിരവധി ആളുകൾ അവരുടെ സംഭാവനകൾ, അവരുടെ സാമൂഹ്യ സേവനങ്ങൾ, അവരുടെ പ്രതിബദ്ധത, അവരുടെ അർപ്പണം, അതാണ് ഒരു തലമുറയെ, ഒരു സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിച്ചത് എന്ന് നിങ്ങൾ കരുതേണ്ടി വരും. നോക്കുക, ശാസ്ത്രബോധമുള്ളത് കൊണ്ടാണ് നമ്മൾ കേരള മാതൃകയെക്കുറിച്ച് പറയുന്നത്, അല്ലേ? അല്ലെങ്കിൽ പറയാൻ കഴിയുമോ? നമുക്ക് പറയാൻ കഴിയില്ല. ശാസ്ത്രബോധം നമുക്കുണ്ട്. കേരളത്തിലെ ആളുകളെല്ലാം വായിക്കുന്നവരാണ്, എല്ലാവരും അക്ഷരം അറിയുന്നവരാണ്. പക്ഷേ ഈ പ്രവർത്തനങ്ങൾ മിഷണറിമാർ നടത്തുന്നതിന് മുൻപ് അത് ഉണ്ടായിരുന്നില്ല. സാമുവൽ മെറ്റീർ എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു മിഷണറി ഉണ്ടായിരുന്നു, ഡോക്ടർ സാമുവൽ മെറ്റീർ. LMSൻ്റെ ആൾ, ലണ്ടൻ മിഷണറി സൊസൈറ്റിയുടെ പ്രവർത്തകനായി വന്നതാണ്. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, നമ്മുടെ കേരളത്തെക്കുറിച്ച്, ഈ പ്രദേശത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന കുറേയേറെ ഡേറ്റാസ് ഉണ്ട്. സാമുവൽ മെറ്റീർ കണ്ട കേരളത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അത് ഞാൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അത് പരിഭാഷപ്പെടുത്തി പബ്ലിഷ് ചെയ്യാനുള്ള അവസരമുണ്ടായി. അന്നത് വായിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരത്തെക്കുറിച്ചൊക്കെ ഉള്ള ധാരണയെല്ലാം മാറിപ്പോവുകയാണ്. പഴയ സങ്കല്പങ്ങളെല്ലാം മാറിപ്പോവുകയാണ്. നമ്മൾ ധരിച്ചിരിക്കുന്നത് എന്താണ്? ഈ ഹയർ ക്ലാസ്സിലുള്ള സവർണ്ണ വിഭാഗത്തിൽപ്പെട്ടവരെല്ലാം വളരെ പാണ്ഡിത്യമുള്ളവരാണ്, അവരെല്ലാം പഠിച്ചിട്ടുണ്ടെന്നൊക്കെയാണ്. അങ്ങനെയായിരുന്നില്ല. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസവും ഉണ്ടായിരുന്നില്ല, സ്ത്രീകളാരും പഠിച്ചിരുന്നില്ല. അന്തർജനങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം എന്ന് പറയുന്നത് 0.2% മാത്രമായിരുന്നു. നമ്മൾ ധരിച്ചിരിക്കുന്നതാണ് ബ്രാഹ്മണർക്കാണെങ്കിൽ എല്ലാം പഠിക്കാം, എല്ലാ കാര്യങ്ങളും പഠിക്കാം. ശൂദ്രർ മുതൽ താഴേക്കുള്ളവർക്ക് വേദം പഠിക്കാൻ പാടില്ല എന്ന് നമ്മൾ പഠിക്കുന്നു. പക്ഷേ ബ്രാഹ്മണർക്കെല്ലാം പഠിക്കാം. പക്ഷേ അവർ പഠിച്ചില്ല എന്നാണ് സത്യം. തെളിവുകൾ നിൽക്കുന്നു. സർവേ അനുസരിച്ചിട്ട് 0.2% ആണ് അന്നത്തെ അന്തർജനങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ ബ്രാഹ്മണർ തങ്ങളുടെ കൈവശം ഈ ജ്ഞാനം വെച്ചിട്ടും ആ ജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു നൽകിയില്ല. മറ്റ് വിഭാഗത്തിൽപ്പെട്ടവർക്ക് പകർന്നു നൽകിയെന്ന് മാത്രമല്ല, സ്വന്തം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് കൂടി പകർന്നു നൽകിയില്ല, അല്ലെങ്കിൽ അവർ ഏറ്റെടുത്തില്ല എന്നതാണ് നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം വളരെ വളരെ താഴ്ന്നു നിൽക്കുന്ന കാലത്താണ് ഇവർ വരികയും പത്രം ആരംഭിക്കുകയും ഭാഷ പഠിപ്പിക്കുകയും എല്ലാവരിലേക്കും എത്തിക്കുകയും ചെയ്തത്. ഞാനൊന്ന് സ്കിപ്പ് ചെയ്യുന്നു. പത്രപ്രവർത്തനം പറഞ്ഞു പോയാൽ ഒരുപാട് സമയം നഷ്ടപ്പെടും. എങ്കിലും ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ നേരത്തെ പറഞ്ഞ പത്രം നസ്രാണി ദീപിക എന്ന് പറയുന്നത് 1887 ആരംഭിക്കുന്നത്. 1887 വിശുദ്ധ ചാവറ തിരുമേനിയുടെ നേതൃത്വത്തിൽ മാണിക്കത്തനാർ പത്രാധിപരായിട്ടാണ് ആ പത്രം ആരംഭിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് രാജ്യസമാചാരം വന്നിരുന്നു, പശ്ചിമോദയം വന്നിരുന്നു, ജ്ഞാനനിക്ഷേപം വന്നിരുന്നു, വിദ്യാസംഗ്രഹം വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് സത്യനാഥ കാഹളം വന്നിരുന്നു. പിന്നീടാണ് നസ്രാണി ദീപിക വരുന്നത്. 8ാമത്തെ പത്രമാണ്. 2, 3, 4, 5, 6, 7ാമത്തെ പത്രമാണ്. അപ്പോൾ ഈ രാജ്യസമാജം പശ്ചിമോദയം കഴിഞ്ഞാൽ പിന്നെ വരുന്നൊരു പത്രമുണ്ട്. ആ പത്രത്തിൻ്റെ പേരാണ്, അവിടെയാണ് നിങ്ങൾ മറ്റൊരാളിനെ പരിചയപ്പെടുന്നു. അത് ഡോക്ടർ നമ്മുടെ കോട്ടയം CMS പ്രസ്സൊക്കെ സ്ഥാപിച്ച ബെഞ്ചമിൻ ബേലി എന്ന് പറയുന്ന വലിയ മനുഷ്യൻ. കോട്ടയത്തൊരു സെമിനാരി ഉണ്ടായിരുന്നു. ആ സെമിനാരിയുടെ പ്രിൻസിപ്പലായിരുന്നു അദ്ദേഹം അതിനുവേണ്ടിയാണ് ഇവിടെ വന്നത്. പക്ഷേ അദ്ദേഹത്തിന് തോന്നി ഭാഷ ആളുകൾക്ക് പഠിക്കണമെങ്കിൽ മലയാള ഭാഷ വേണം, മലയാള ഭാഷ പഠിക്കണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ CMS പ്രസ്സിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കാലത്ത് ജ്ഞാനനിക്ഷേപം എന്ന് പറയുന്ന പത്രം ആരംഭിക്കുന്നു. ജ്ഞാനനിക്ഷേപത്തിലാണ് മലയാളത്തിലെ ആദ്യത്തെ നോവൽ വരുന്നത്. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ നോവൽ പറയൂ. അറിയാവുന്ന പറയാം, കുഴപ്പമില്ല, ധൈര്യമായിട്ട് പറയാം. കുന്തലത ഒരാൾ പറഞ്ഞു, അല്ലേ? പിന്നെ എന്താണ്? ഇന്ദുലേഖ പറഞ്ഞു. അപ്പോൾ ഇന്ദുലേഖയും കുന്തലേഖയും പറഞ്ഞു. ഇത് രണ്ടുമല്ല, ഇത് രണ്ടും തെറ്റായ ഉത്തരങ്ങളാണ്. നമ്മളെല്ലായിടത്തും ക്വിസ് പ്രോഗ്രാമൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് പറയും, ഇതിന് മാർക്കും കിട്ടും. കുന്തലത എന്ന് പറയുന്ന ഇന്ദുലേഖ ആണ് മലയാളത്തിൽ ആദ്യത്തെ നോവൽ എന്ന് എഴുതി മാർക്ക് മേടിച്ച ആളാണ് ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. ഇപ്പോഴും കുട്ടികളത് പറയുന്നത്. പക്ഷേ അതല്ല, ഇത് രണ്ടുമല്ല. യഥാർത്ഥത്തിൽ മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഇംഗ്ലീഷിലാണ് പുറത്തു വന്നത്. ആദ്യമായിട്ടുള്ള നോവലിൻ്റെ പേര് ദി സ്ലെയർ സ്ലെയിൻ എന്നാണ്. ദി സ്ലെയർ സ്ലെയിൻ എന്നാണ് മലയാളത്തിൽ ആദ്യമായി അച്ചടിക്കപ്പെട്ട നോവലിൻ്റെ പേര്. അത് മലയാളത്തിലല്ല, ഇംഗ്ലീഷിലാണ് എഴുതിയിരുന്നത്. അത് എഴുതിയത് കോട്ടയത്തെ CMS പ്രസ്സിൽ നിന്ന്, CMS കോളേജിൽ നിന്നും പുറത്തിറങ്ങിയിരുന്ന വിദ്യാസംഗ്രഹം എന്ന് പറയുന്ന ത്രൈമാസികയിലാണ് അത് അച്ചടിച്ചു വന്നത്. ഖണ്ഡശയായിട്ടാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്. വിദ്യാസംഗ്രഹം 1864 ആരംഭിക്കുന്നത്. 1864 ആദ്യ ലക്കം മുതൽ ഈ സ്ലെയർ സ്ലെയിൻ എന്ന് പറയുന്ന നോവൽ ഇംഗ്ലീഷിൽ തന്നെ അച്ചടിച്ചിരുന്നു. അതൊരു ബൈലിംഗ്വലായിരുന്നു ആ പ്രസിദ്ധീകരണം. വിദ്യാസംഗ്രഹത്തിനകത്ത് കുറച്ച് ഭാഗം മലയാളവും കുറച്ച് പോർഷൻ ഇംഗ്ലീഷുമായിരുന്നു. ആലോചിച്ച് നോക്കുക, 1864 ബൈലിംഗ്വൽ പബ്ലിക്കേഷൻ വരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്, കേരളത്തിലാണ്, കോട്ടയത്താണ്. അത് സ്ഥാപിച്ചതും മലയാളികളല്ല എന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അതും ബെഞ്ചമിൻ ബെയ്ലിയുടെ സമഫലമായിട്ടാണ് അത് വരുന്നത്. ഡോക്ടർ ബെഞ്ചമിൻ ബെയ്ലി വിദേശിയായ ക്രൈസ്തവ മിഷണറിയാണ്. അദ്ദേഹമാണ് ഇത് ഈ കോട്ടയം CMS കോളേജ് സ്ഥാപിക്കുന്നത്. CMS കോളേജിൽ അന്നത്തെ പ്രിൻസിപ്പൽ ഈ വിദ്യാസംഗ്രഹം എന്ന് പറയുന്ന പ്രസിദ്ധീകരണം ഇറങ്ങുമ്പോൾ അന്നത്തെ പ്രിൻസിപ്പൽ ബ്രിട്ടീഷുകാരനായ ഡോക്ടർ കോളിൻസ് ആയിരുന്നു. പ്രൊഫസർ കോളിൻസിൻ്റെ സഹധർമ്മിണി മിസ്സിസ് കോളിൻസ് ആണ് ഈ നോവൽ എഴുതിയത്. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ നോവൽ എഴുതുക ആണുങ്ങളല്ല, ആദ്യത്തെ നോവൽ എഴുതിയത് ഒരു വനിതയാണ്.
വനിതകളെ മാനിക്കാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഈ ആണുങ്ങളെല്ലാം കുറ്റവാളികളായി നിൽക്കുകയാണ് ഇപ്പോൾ അല്ലേ? മുഴുവൻ പുരുഷന്മാരും കുറ്റവാളികളായി നിൽക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. വനിതകളെ മാനിക്കാൻ കഴിയുന്നില്ല, അമ്മയെ മാനിക്കാൻ കഴിയുന്നില്ല, മകളെ മാനിക്കാൻ കഴിയുന്നില്ല, മുത്തശ്ശിയെ മാനിക്കാൻ കഴിയുന്നില്ല, സഹോദരിയെ മാനിക്കാൻ കഴിയുന്നില്ല. എന്തു ലജ്ജാകരമാണ്. കേരളം എന്ന പേര് കേട്ടാൽ ഒട്ടും തിളക്കത്തില്ല, ചോര തണുത്ത് മരവിച്ചു പോകും. ആ തരത്തിലേക്ക് കേരളം എത്തിപ്പോയിരിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ പറയുന്നു മലയാളത്തിൽ ആദ്യമായിട്ട് നോവൽ എഴുതിയത് ഒരു വനിതയാണ്, മിസ്സിസ് കോളിൻസ് ആണ്. മിസ്സിസ് കോളിൻസ് എഴുതിയ നോവലിൻ്റെ പേര് ദി സ്ലെയർ സെയിൻ എന്നായിരുന്നു. ഈ സ്ലെയർ സെയിൻ എന്ന നോവലിനകത്ത് പ്രധാനപ്പെട്ട വിഷയം ദളിതർക്ക് നേരെയുള്ള ആക്രമണത്തെ ചെറുക്കുക എന്നതൊരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. കീഴാളരെ സംരക്ഷിക്കുക, സ്ത്രീയെ സംരക്ഷിക്കുക, ഇതൊക്കെ ആ നോവലിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു. മിസ്സിസ് കോളിൻസ് ദി സ്ലെയർ സെയിൻ എന്ന നോവൽ ശേഷം എഴുതി പൂർത്തിയാക്കുന്നതിന് മുമ്പ് മിസ്സിസ് കോളിൻസ് മരിച്ചുപോയി. മിസ്സിസ് കോളിൻസ് മരിച്ചു പോയപ്പോൾ നോവൽ പൂർത്തിയായിട്ടില്ല, ബാക്കി ചെയ്യണ്ടേ? അപ്പോൾ എന്ത് ചെയ്തു? ആ ശ്രീമതിയുടെ ഭർത്താവ് പ്രൊഫസർ കോളിൻസ് അതിൻ്റെ ബാക്കി ഭാഗം പൂർത്തിയാക്കി. പക്ഷേ പൂർത്തിയാക്കിയത് എവിടെയാണ് മിസ്സിസ് കോളിൻസ് നിർത്തിയത്, എവിടെയാണ് ഇദ്ദേഹം തുടർന്നത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഞാൻ എത്രയോ രാത്രികൾ ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഈ നോവൽ തലങ്ങും വിലങ്ങും വായിച്ചാലും എവിടെയാണ് ഇത് കൂട്ടിച്ചേർത്തത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അത്രമാത്രം മനോഹരമായിട്ട് ചേർത്തിരിക്കുന്നു. അപ്പോൾ ഇവർ രണ്ടുപേർ തമ്മിലുള്ള മനപ്പൊരുത്തം ആലോചിച്ച് നോക്കുക. ഈ മിസ്റ്റർ കോളിൻസും മിസ്സിസ് കോളിൻസും വിദേശികളായ രണ്ട് പണ്ഡിതന്മാർ, അവർ തമ്മിലുള്ള ഒരു മാനസികമായ പൊരുത്തം അത് ഗംഭീരമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ഈ നോവൽ പുറത്തു വരുന്നത്. നോക്കുക, മലയാളത്തിൽ തന്നെയുള്ള ആദ്യത്തെ നോവൽ ഏതാണ്? മലയാളത്തിൽ തന്നെയുള്ള ആദ്യ നോവൽ അത് 1882 പുറത്തു വന്ന പുല്ലേലി കുഞ്ചു എന്ന് പറയുന്ന നോവലാണ്. ഇന്ദുലേഖയും കുന്തലതയുമല്ല, പുല്ലേലി കുഞ്ചു എന്ന നോവലാണ്. അത് 1882 കുന്തലത വരുന്നത് 1887 അപ്പോൾ പുല്ലേലി കുഞ്ചു എവിടെയാണ് വരുന്നത്? പുല്ലേലി കുഞ്ചു എന്ന് പറയുന്ന നോവൽ വന്ന് ജ്ഞാനനിക്ഷേപം എന്ന് പറയുന്ന ക്രൈസ്തവ മിഷണറിമാർ കോട്ടയത്തു നിന്നും ആരംഭിച്ച പത്രത്തിലാണ്, 3ാമത്തെ പത്രത്തിലാണ് അത് കണ്ടശയായി പ്രസിദ്ധീകരിച്ചിരുന്നത്. ആ പ്രസിദ്ധീകരണത്തിൻ്റെ പേര് ജ്ഞാനനിക്ഷേപത്തിൽ വന്ന നോവലിൻ്റെ പേരാണ് പുല്ലേലി കുഞ്ചു എന്ന്. റവറൻഡ് ജോർജ് മാത്തൻ, ആർച്ച് ഡീക്കൻ കോശി എന്നിവരായിരുന്നു അതിൻ്റെ പത്രാധിപന്മാർ. അവർ തയ്യാറാക്കിയതാണ്, ആർച്ച് ഡീക്കൻ കോശി എഴുതിയതാണ് പുല്ലേലി കുഞ്ചു. 1882 ഇത് പുറത്തു വരുന്നത്. അപ്പോൾ ഇനി മുതൽ മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ, മലയാള ഭാഷയിലെ ആദ്യത്തെ നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ ആ നോവലിൻ്റെ പേര് പുല്ലേലി കുഞ്ചു എന്നാണ്. നോവലിൻ്റെ പേര് ആർച്ച് ഡീക്കൻ കോശിയാണ് എഴുതുന്നത്. 1882 പിന്നീട് മലയാളികൾ ആദ്യം കണ്ട നോവൽ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദി സ്ലെയർ സെയിൻ ആണ്. സ്ലെയർ സെയിൻ 1864 സ്ലെയർ സെയിൻ എന്ന് പറയുന്ന നോവൽ പുറത്തു വരുന്നത്. അത് മിസ്സിസ് കോളിൻസ് ആണ് ആ നോവൽ എഴുതുന്നത്. സ്ലെയർ സെയിൻ എന്ന് പറയുമ്പോൾ സ്പെല്ലിംഗ് തെറ്റിപ്പോയത്. ദി സ്ലെയർ SLAYER മറ്റേത് SLAIN സ്ലെയിൻ. നിങ്ങൾ എഴുതിയ സ്പെല്ലിംഗ് തെറ്റായിരിക്കുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. SLAYER ആണ് സ്ലെയർ, SLAIN ആണ് സ്ലെയിൻ. ദി സ്ലെയർ സ്ലെയിൻ അതാണ് നോവൽ. ഇതിൻ്റെ മലയാള പരിഭാഷ പിൽക്കാലത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ പേര് ഘാതകവധം എന്നാണ്. ഘാതകവധം. ഖ എന്നത് ഖനിയുടെ ഖായല്ല, മറ്റേ ഖായാണ്. ഖനി എന്നെഴുതുന്ന ഖായല്ല, മറ്റേ ഖായില്ലേ അകത്തോടെ തിരിഞ്ഞെടുക്കുക, അതാണ് ഘാതകവധം. ഘാതകവധം എന്നാണ് ഈ നോവലിൻ്റെ പേര്. മലയാളത്തിലേക്ക് വന്നപ്പോൾ അങ്ങനെയാണ് വന്നത്. നോക്കുക, ഇതെല്ലാം മിഷണറിമാരുടെ കോൺട്രിബ്യൂഷനാണ് എന്ന് ആലോചിച്ച് നോക്കണം. മലയാളത്തിൽ ആദ്യത്തെ നോവൽ, മലയാളത്തിൽ ആദ്യത്തെ പത്രം, മലയാളത്തിൽ ആദ്യമായിട്ട് ശാസ്ത്രബോധമുള്ള കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. സോളാർ സിസ്റ്റം, ജോഗ്രഫി, സയൻറ്റിഫിക് ജോഗ്രഫി നമ്മളെ പഠിപ്പിക്കുന്നു. പിന്നീട് താഴേക്ക് വരുമ്പോൾ ആദ്യത്തെ ഡിക്ഷണറി ഉണ്ടാകുന്നു, ആദ്യത്തെ യാത്രാവിവരണം ഉണ്ടാകുന്നു. ആദ്യത്തെ യാത്രാവിവരണം അങ്ങനെയാണ് വന്നത്. വർത്തമാന പുസ്തകം എന്ന ആദ്യത്തെ യാത്രാവിവരണത്തിൻ്റെ പേര്. ആദ്യത്തെ യാത്രാവിവരണത്തിൻ്റെ പേര് വർത്തമാന പുസ്തകം. ഇവിടുന്ന് 2 പുരോഹിതന്മാർ റോമിലേക്ക് പോകുന്നു, പാപ്പയെ കാണാൻ പോകുന്നു, മാർപ്പാപ്പയെ കാണുന്നതിന് പോകുന്നു. ആ വിശുദ്ധ ദ്വീപിനെ കാണാൻ വേണ്ടി അവിടേക്ക് പോകുന്ന ആ യാത്രയാണ്, റോമിലേക്കുള്ള യാത്രയാണ് ആദ്യത്തെ യാത്രാവിവരണം. വർത്തമാന പുസ്തകം എന്നാണ് യാത്രാവിവരണത്തിൻ്റെ പേര്. അതും മിഷണറിമാരുടെ സംഭാവനയാണ്. പിന്നെ നമുക്കൊന്നും ഇല്ലേ വേറെ? ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ കയ്യിൽ നമ്മുടെ തനതായി എന്താ ഉള്ളത്? നമ്മുടെ കയ്യിലുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞൊരു വാക്കില്ലേ, നമ്മൾ മാറ്റി സൈഡിൽ വെച്ചിരിക്കുന്ന വാക്ക്, അത് മാത്രമേ നമുക്കുള്ളൂ പലപ്പോഴും. വീണ്ടും നമ്മൾ വിഷയത്തിലേക്ക് വരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ സത്യനാഥ കാഹളം എന്ന് പറയുന്ന പത്രമുണ്ടാകുന്നു കൂനമാവിൽ നിന്ന്. അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്നതാണ് നസ്രാണി ദീപി. നിങ്ങൾ നേരത്തെ പറഞ്ഞ 1887 പത്രം. ഇന്ന് മലയാളത്തിലുള്ള പത്രങ്ങളിൽ ഏറ്റവും പ്രായമുള്ള പത്രം ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം കറക്റ്റാണ്, നസ്രാണി ദേവികയാണ് ഏറ്റവും പ്രായമുള്ള. മുത്തശ്ശി പത്രം എന്ന് പറയുന്ന മലയാള മനോരമയല്ല,
ദീപികയാണ്. ദീപികയുടെ അന്നത്തെ പേര് ദീപിക എന്നായിരുന്നില്ല, അന്നത്തെ പേര് നസ്രാണി ദീപിക എന്നായിരുന്നു. നസ്രാണി ജാതൈക്യ സഖ്യം എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി. ആ ഓർഗനൈസേഷൻ്റെ പേരിലാണ് ഈ പത്രം പുറത്തിറങ്ങിയിരുന്നത്. നസ്രാണി ദീപിക എന്നായിരുന്നു ഈ പത്രത്തിൻ്റെ പേര്. 1938 ഇതിൻ്റെ ആദ്യത്തെ ഭാഗം അങ്ങ് ഇല്ലാതാവുകയും ദീപിക മാത്രമായി തീരുകയും ചെയ്തത്. നസ്രാണി ദീപിക എന്ന പത്രത്തിൻ്റെ നസ്രാണി എന്ന ഭാഗം എടുത്തു മാറ്റുകയും ദീപിക എന്ന് മാത്രമായിട്ട് അത് മാറുകയും ചെയ്തു. അത് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ പത്രപ്രവർത്തനത്തിൻ്റെ കാര്യം ഞാൻ അവിടെ വിടുന്നു. വേറെ നിരവധി കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട് എന്നതുകൊണ്ട്. അപ്പോൾ അച്ചടി, പത്രപ്രവർത്തനം, ഈ രണ്ട് മേഖലകളിലും ക്രൈസ്തവ മിഷണറിമാരുടെ സംഭാവന വളരെ പ്രധാനമാണ്. ഇത് എന്തുകൊണ്ട് ആദ്യം പറഞ്ഞു എന്ന് വെച്ചാൽ ഭാഷയുടെ കാര്യത്തിൽ നമ്മൾ ഭാഷയുടെ വ്യാകരണം രൂപപ്പെടുത്തുന്നതിൽ, ഭാഷയിൽ കൃതികൾ രൂപപ്പെടുത്തുന്നതിൽ, ഭാഷയിൽ ഈ പറഞ്ഞ യാത്രാവിവരണം ഉൾപ്പെടെയുള്ള പുതിയ കാര്യങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ മലയാളത്തിൽ ആദ്യമായിട്ടൊരു കഥ ആദ്യമായിട്ടുണ്ടാകുന്നത് ഇതെല്ലാം ഈ പത്രത്തിലാണ്. നിങ്ങൾ തന്നിരിക്കുന്ന രാജ്യസമാചാരം എന്ന പത്രത്തിലാണ് ആദ്യമായിട്ട് ഒരു കഥ അച്ചടിച്ചു വരുന്നത്. അപ്പോൾ ആ തരത്തിൽ ഈ സാഹിത്യത്തിൻ്റെ കാര്യങ്ങളിലെല്ലാം ഈ തരത്തിൽ വലിയ സംഭാവനകൾ ഇങ്ങനെയും മിഷണറിമാർ നൽകിയതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പത്രപ്രവർത്തനം, പത്രപ്രവർത്തനം, ഈ രണ്ട് മേഖലകൾ വരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ആധുനിക വിദ്യാഭ്യാസമാണ്. ആധുനിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞു, 19-ാം നൂറ്റാണ്ടിലായപ്പോൾ നമുക്ക് അറിവ് ഒരിക്കലും പറന്നു കിടക്കാൻ നൽകിയിരുന്നില്ല. സമൂഹത്തിൽ എഴുത്തും വായനയും അറിയാവുന്നവരുടെ സംഖ്യ വളരെ വളരെ കുറവായിരുന്നൊരു കാലമാണ്. ആ കാലത്താണ് അതിന് മുൻപ് തന്നെ നമുക്കിവിടെ വിദ്യാഭ്യാസം ഉണ്ടാകുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, സാമുവൽ മെറ്റീരിയലിൻ്റെ പ്രശസ്തമായ കൃതി ലാൻഡ് ഓഫ് ചാരിറ്റി എന്ന് പറയുന്ന പുസ്തകം 1880 പുറത്തിറങ്ങുന്നത്. 1880 ലാൻഡ് ഓഫ് ചാരിറ്റിയിലാണ് അദ്ദേഹം സർവേ നടത്തിയിരിക്കുന്നു. അതിലാണ് നമ്മൾ ഞെട്ടിക്കുന്ന വിവരമാണ്. നമ്മൾ ഈ പറയുന്ന സോക്കാൾഡ് ഹയർ ക്ലാസ്സിലുള്ള ആളുകൾക്കൊന്നും വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് പേർക്ക് മാത്രമേ എഴുതാനും വായിക്കാനും അറിയുമായിരുന്നുള്ളൂ. നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം താഴെയായിരുന്നു, അങ്ങേയറ്റത്ത് താഴെയായിരുന്നു, ഏറ്റവും താഴെയായിരുന്നു. നമുക്കൊരിക്കലും എല്ലാവരും വായിക്കുന്ന, എല്ലാവരും എഴുതുന്ന ഒരു കാലമേ ആയിരുന്നില്ല. സാർവത്രിക വിദ്യാഭ്യാസത്തിലൂടെയാണ് അത് കൈവന്നത് എന്ന കാര്യം ആലോചിക്കുക. ഇനി നമുക്ക് അതിൽ നിന്ന് തിരിച്ചു വരാം. സാമുവൽ മെറ്റീരിയലിൻ്റെ പഠനത്തിൽ ഈ പറഞ്ഞ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം വളരെ താഴെയായി നിൽക്കുകയും എഴുത്തും വായനയും അറിയാവുന്നവർ 0.2% മാറി നിൽക്കുകയും ചെയ്യുന്ന ഒരു കാലത്തു നിന്നാണ് വീണ്ടും നമ്മൾ മുന്നോട്ട് വരുന്നത്. എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് വന്നത് നോക്കാം. നമ്മളവിടേക്ക് മുന്നോട്ട് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിൻ്റെ നേട്ടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ടത്. നമുക്ക് പഴയ തലമുറയുടെ കാര്യം നോക്കുമ്പോൾ ഈ സംഘകാലഘട്ടത്തിലെ സംഘം പീരീഡ്, 1st സെഞ്ചുറി മുതൽ 3rd സെഞ്ചുറി വരെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് നിരവധി ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു. പുറനാനൂർ, അകനാനൂർ, പതിത്തിപ്പത്ത്, അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള ഗ്രന്ഥങ്ങൾ, ചിലപ്പതികാരം, ഇത്തരം ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിലെല്ലാം യോജിച്ചിരുന്ന മണിപ്രവാള ഭാഷയാണ്. മലയാളം മാത്രമല്ല, മലയാളവും തമിഴും ഒക്കെ ചേർന്നുള്ളൊരു സങ്കര ഭാഷയായിരുന്നു ഉണ്ടായിരുന്നത്. മണിപ്രവാളം എന്ന് പറയുന്നത് സംസ്കൃതവും മലയാളവും ചേർന്നതാണ്. മറ്റേതും തമിഴും മലയാളവും ഒക്കെ ചേർന്നൊരു ഭാഷയായിരുന്നു. പൂർണ്ണമായ മലയാള ഭാഷ ആയിരുന്നില്ല. പിന്നീട് അക്കാലത്തിന് ശേഷം ഈ നമ്മൾ ചോള, ചേര രാജവംശങ്ങളുടെ യുദ്ധമൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ ഈ കാന്തല്ലൂർ ശാല പോലുള്ള പഴയകാലത്തെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, സംസ്കൃതം പഠിപ്പിക്കുന്ന വിദ്യാകേന്ദ്രങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി പോയി. അത് കഴിഞ്ഞാൽ ആധുനിക കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ ആര്യ അധിനിവേശത്തിൻ്റെ ഭാഗമായി നിലവിലുണ്ടായിരുന്ന ദ്രവിഡിയൻ കൾച്ചറെല്ലാം തകർന്ന് തരിപ്പണമായി പോയി. അങ്ങനെ ശൂന്യതയിൽ നിൽക്കുന്നൊരു കാലത്താണ് ഇവിടെ ബുദ്ധമതം രൂപപ്പെടുന്നത്. ബുദ്ധമതത്തിൻ്റെ ഒരു വലിയ വളർച്ച ഉണ്ടാകുന്നു. ഈ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി തുടങ്ങിയ പള്ളി എന്ന വാക്ക് ഇതുമായി ബന്ധപ്പെട്ടതാണ്. അവരുടെ വിദ്യാകേന്ദ്രവുമായി, മതകേന്ദ്രം, വിദ്യാകേന്ദ്രം, ബുദ്ധമതവുമായി ബന്ധപ്പെട്ട പാലിയിൽ ഉള്ള പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ്. ആ ബുദ്ധമതത്തിൻ്റെ കാലഘട്ടം അതെല്ലാം കഴിഞ്ഞ് ആധുനിക കാലഘട്ടത്തേക്ക് വരുമ്പോൾ ആധുനിക വിദ്യാഭ്യാസം മലയാളത്തിൽ നൽകുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് ക്രൈസ്തവ മിഷണറിമാരാണ്. കേരളത്തിലെ ആദ്യകാലത്തെ കോളേജ് സ്ഥാപനങ്ങളുടെ പേരുകൾ ഞാൻ നിങ്ങളോട് പറയാം. 1806 തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിക്കുന്നത്. 1806 അത് റവറൻഡ് തോബിയാസ് റിംഗിൾടാബ് എന്ന് പറയുന്ന മിഷണറിയാണ് ആരംഭിക്കുന്നത്. ഞാനീ പറയുന്നതെല്ലാം രേഖകളുണ്ട്. നിങ്ങൾക്ക് ആർക്കൈവ്സിൽ പോയി പരിശോധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. 1806 ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം റവറൻഡ് തോബിയാസ് റിംഗിൾടാബുമാണ് അത് സ്ഥാപിക്കുന്നത്. അദ്ദേഹം പ്രഷ്യയിൽ വന്ന മിഷണറി ആയിരുന്നു. സൗത്ത് കേരളയിലാണ് അത് ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞാൽ റവൻ ചാൾസ് മീഡാണ് സ്കോട്ട് ക്രിസ്ത്യൻ കോളേജ് 1818 നാഗർകോവിലെ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജ് ആരംഭിക്കുന്നത്. റവൻ ചാൾസ് മീഡാണ് ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞാൽ വീണ്ടും കോട്ടയത്തേക്ക് വരുമ്പോൾ CMS കോളേജ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, CMS കോളേജിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ ബെഞ്ചമിൻ ബെയ്ലി, ഡോക്ടർ ബെഞ്ചമിൻ ബെയ്ലി അദ്ദേഹമാണ് ചർച്ച് മിഷൻ സൊസൈറ്റി കോളേജ്, CMS കോളേജ് കോട്ടയത്ത് ആരംഭിക്കുന്നത്. അത് 1816 ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞാൽ തലശ്ശേരി ഇംഗ്ലീഷ് സ്കൂൾ 1941 ജർമ്മൻ മിഷണറിമാരാണ് അവിടെ അത് സ്ഥാപിക്കുന്നത്, തലശ്ശേരിയിൽ ഇംഗ്ലീഷ് സ്കൂള്. പിന്നെ കാലിക്കറ്റ് മദ്രാസ് ക്രിസ്ത്യൻ കോളേജ്, കാലിക്കറ്റിലെ മലബാർ ക്രിസ്ത്യൻ കോളേജ് ആരംഭിക്കുന്നത് 1878 1807 മദ്രാസ് സർവകലാശാലയുമായി അത് അഫിലിയേറ്റ് ചെയ്യുകയുണ്ടായി. പിന്നീട് പാലക്കാട് 1866 പാലക്കാട് ഇംഗ്ലീഷ് സ്കൂൾ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ എന്തിനാണ് ഇംഗ്ലീഷ് സ്കൂളുകളുടെ കാര്യമൊക്കെ പറയുന്നത്?
നിങ്ങൾക്ക് ഞാൻ ഒന്ന് രണ്ട് സ്കൂളിൻ്റെ കാര്യങ്ങൾ പറയാം. 1819 ആദ്യമായിട്ട് ചാൾസ് മീഡിൻ്റെ പത്നി, അവിടുന്ന് മിഷണറിയുടെ പത്നിയാണ് പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു സ്കൂൾ ആരംഭിക്കുന്നത്. അതിന് മുമ്പ് ഗേൾസ് സ്കൂൾ എന്ന സങ്കല്പം നമ്മുടെ കേരളത്തിൽ എവിടെയും ഉണ്ടായിരുന്നില്ല. ട്രാവൻകൂർ ഉണ്ടായിരുന്നില്ല, കൊച്ചിയിലുണ്ടായിരുന്നില്ല, മലബാറിലുണ്ടായിരുന്നില്ല. പെൺകുട്ടികൾക്ക് മാത്രം പഠിക്കാൻ വേണ്ടിയുള്ള സ്കൂള്. പെൺകുട്ടികൾ പോയിട്ട് ആൺകുട്ടികൾ പോലും പഠിക്കാത്തൊരു കാലത്താണെന്ന് ആലോചിക്കണത്. 1820 ആലപ്പുഴയിൽ മിസ്സിസ് നോർട്ടൺ എന്ന് പറയുന്ന വിദേശ മിഷണറിയുടെ സഹധർമ്മിണി ആരംഭിക്കുന്നു ഒരു ഇംഗ്ലീഷ് സ്കൂൾ, ഗേൾസ് സ്കൂൾ ആലപ്പുഴയിൽ ഉണ്ടാകുന്നു 1820. 1822 കോട്ടയത്ത് മിസ്സിസ് ബെയ്ലി സ്ഥാപിക്കുന്നത്, അവിടെയും ഒരു സ്കൂള് സ്ഥാപിക്കുന്നു. അപ്പോൾ ഈ തരത്തിൽ സ്കൂളുകൾ ഇങ്ങനെ ഉണ്ടാവുകയാണ്. ഇനി ഞാൻ സാമൂഹ്യ രംഗത്തെ പരിവർത്തനത്തെക്കുറിച്ച് പെട്ടെന്ന് പറഞ്ഞു പോകാം. സാമൂഹ്യ രംഗത്തെ പരിവർത്തനം നമ്മുടെ തിരുവിതാംകൂറിൽ ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു സാമൂഹിക മുന്നേറ്റം ഏത് എന്ന് ചോദിച്ചാൽ 1852 ഉണ്ടായ അപ്പർ ക്ലോത്ത് റിവോൾട്ടാണ്. അപ്പർ ക്ലോത്ത് റിവോൾട്ട് നിങ്ങൾ ചരിത്ര പുസ്തകത്തിൽ നോക്കിയാൽ കിട്ടുകയില്ല. അവിടെ നിങ്ങൾ ചാന്നാർ ലഹള എന്ന് നോക്കിയാൽ കാണാം. ഇത് എൻ്റെ ഗവേഷണ ഞാനൊരു റിസർച്ച് പേപ്പർ അതിന് വേണ്ടി തയ്യാറാക്കിയപ്പോൾ അതിന് കൊടുത്ത പേരാണ് അപ്പർ ക്ലോത്ത് റിവോൾട്ട്, മേൽമുണ്ട് കലാപം എന്ന് പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ ചാന്നാർ ലഹള എന്ന് പറഞ്ഞാൽ ചാന്നാർമാർ ലഹള. ചാന്നാർ എന്ന് പറയുന്നത് ട്രാവൻകൂറിലെ തിരുവിതാംകൂറിൻ്റെ തെക്കേ അറ്റത്തുള്ള പ്രദേശത്ത് താമസിച്ചിരുന്ന ഈ പന കയറുന്ന വിഭാഗത്തിൽപ്പെട്ട നാടാർ വിഭാഗത്തിൽപ്പെട്ടവരെ പ്രാദേശികമായി വിളിച്ചിരുന്ന പേരാണ് ചാന്നാർ എന്ന പേര്. അപ്പോൾ അവർ നടത്തിയ ലഹള എന്നാണ് പറയുന്നത്. പക്ഷേ അവർ നടത്തിയ ലഹളയല്ല ഇത്, ചരിത്രപരമായി തെറ്റാണത്. അവരെ നശിപ്പിക്കുന്നതിന് വേണ്ടി അവിടുത്തെ സവർണരായ ആളുകൾ നടത്തിയ ലഹളയാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നത്. അപ്പർ ക്ലോത്ത് റിവോൾട്ട്. ഈ റിവോൾട്ട് ആരംഭിക്കാനുള്ള പ്രധാന കാരണം എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഉണ്ടായ ആദ്യത്തെ ഒരു മുന്നേറ്റമാണ്, ഈ സാധാരണ ജനങ്ങളുടെ മുന്നേറ്റമാണ് ഈ അപ്പർ ക്ലോത്ത് റിവോൾട്ട് എന്ന് പറയുന്നത്. എന്താണ് സംഭവം? മേൽമുണ്ടിയും ഈ മുകളിൽ നിന്ന് വസ്ത്രം ധരിക്കാനുള്ള അവകാശം അന്നത്തെ നമ്മുടെ അമ്മമാർക്ക്, സഹോദരിമാർക്ക്, നമ്മുടെ മുത്തശ്ശിമാർക്ക് ഒന്നും ഇവിടെ മുകളിലേക്ക് വസ്ത്രം ധരിക്കാൻ പാടില്ലായിരുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. രക്തം തിളയ്ക്കുന്നില്ലേ? വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, വസ്ത്രം ധരിക്കാതെ വേണം തെരുവിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന കാരണവന്മാർ, തമ്പുരാക്കന്മാരുടെ മക്കൾ, തലതെറിച്ച മക്കൾ ഇവരെ ആക്ഷേപിക്കും, ഇവരെക്കുറിച്ച് മോശപ്പെട്ട വർത്തമാനം പറയും, ഇവരെ കയറി പിടിക്കും, അതെല്ലാം ചെയ്യും. പക്ഷേ അതിനൊന്നും ആർക്കും എതിർക്കാൻ കഴിയുമായിരുന്നില്ല. അത്തരം ഒരു കാലമായിരുന്നു കേരളം എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കുക. 1857 ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം അവിടെ നടക്കുമ്പോൾ നമ്മളിവിടെ മേൽമുണ്ട് കലാപം നടത്തുകയാണ്. നമുക്ക് എൻ്റെ അമ്മയ്ക്കും സഹോദരിമാർക്കും ഒക്കെ വസ്ത്രം ധരിക്കാൻ, മേൽവസ്ത്രം ധരിക്കാൻ അവകാശം തരണമെന്ന് പറഞ്ഞിട്ട്. എങ്ങനെയാണ് ഈ സമരം ഉണ്ടായത്? ഈ സമരത്തെക്കുറിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശരിയായ വിധത്തിലല്ല. അത് ചാന്നാർമാർ നടത്തിയ ഒരു കലാപമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെയായിരുന്നില്ല. യഥാർത്ഥത്തിൽ അത് സംഭവിച്ചത്, അതിനെക്കുറിച്ചുള്ള ഗവേഷണം നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, അവിടെ വന്നിരുന്ന മിഷണറിമാർ, ക്രൈസ്തവ മിഷണറിമാർ, നേരത്തെ പറഞ്ഞ ചാൾസ് മീഡിനെ പോലുള്ള മിഷണറിമാർ അവിടെ വരികയും അവിടെ താമസിക്കുകയും സാമൂഹ്യ പ്രവർത്തനം നടത്തുകയും ചെയ്തു. അവരുടെ ഭാര്യമാർ ഈ മേൽവസ്ത്രം ധരിച്ചുകൊണ്ടാണ് അവിടെ വന്നിരുന്നത്. നിങ്ങൾക്കൊരു കാര്യം വേണമെന്ന് ആവശ്യപ്പെടുന്നെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണ് ആവശ്യപ്പെടുന്നത്? നിങ്ങൾക്ക് അറിയണ്ടേ? അറിഞ്ഞാലേ ആവശ്യപ്പെടാൻ കഴിയുള്ളൂ. അപ്പോൾ അവിടുത്തെ സാധാരണ സ്ത്രീകൾ എങ്ങനെയാണ് ഈ മേൽവസ്ത്രം വേണമെന്ന് പറയുന്നൊരു സമരത്തിലേക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ്? അവരെങ്ങനെയാണ് മനസ്സിലാക്കിയത് മേൽവസ്ത്രം ധരിക്കേണ്ടതാണ്? അന്നുള്ള സമൂഹത്തിലുള്ള എല്ലാവരും മേൽവസ്ത്രം ധരിക്കാതെ നടക്കുകയാണ്. അപ്പോഴാണ് ഇവർ മനസ്സിലാക്കുന്നത്, അവിടെ വന്നിരിക്കുന്ന മിഷണറിമാരുടെ സഹധർമ്മിണിമാർ ഈ മേൽവസ്ത്രം ധരിച്ചുകൊണ്ട് വന്നിരിക്കുമ്പോൾ ഇവർ നോക്കുമ്പോൾ ശരിയാണല്ലോ, ഇത് വളരെ മനോഹരമായൊരു കാര്യമാണല്ലോ. അപ്പോഴാണ് ഇവർക്ക് ലജ്ജ എന്നൊരു വികാരമുണ്ടാകുന്നത്. ഞങ്ങളിങ്ങനെ നടക്കുന്ന മോശമാണല്ലോ, ഇത് വൃത്തികേടാണല്ലോ ഇത് എന്ന് ഇവർക്ക് തോന്നുകയാണ്, സാധാരണ മനുഷ്യർക്ക് തോന്നുകയാണ്. നിങ്ങളിപ്പം പെട്ടെന്ന് സംശയം ഉണ്ടാകാം, അന്നത്തെ ബ്രാഹ്മണരുടെ സ്ത്രീകളെല്ലാം മേൽവസ്ത്രം ധരിച്ചെന്നോ? ഇല്ല. അവർ ഘോഷ എന്നൊരു സാധനമാണ്, ഒരു വലിയ ഷാൾ, അതിങ്ങനെ പുതച്ചിട്ട് പോകും, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഘോഷ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ മേൽവസ്ത്രം ധരിക്കുന്നവരാരും തിരുവിതാംകൂറിലോ കൊച്ചിയിലോ മലബാറിലോ ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ നിന്ന് ആലോചിക്കുക. അപ്പോഴാണ് ഈ മിഷണറിമാരുടെ സഹധർമ്മിണിമാർ ഈ മേൽവസ്ത്രം ധരിച്ച് വന്നപ്പോൾ സ്ത്രീകൾക്ക് മനസ്സിലായി, ഇത് അവിടെ മറ്റ് പണിക്കൊക്കെ വരുന്ന സ്ത്രീകൾ നോക്കുമ്പോൾ ശരിയാണല്ലോ, ഞങ്ങളിങ്ങനെ ഇങ്ങനെ നടക്കുന്നല്ലോ. അപ്പോഴാണ് ഈ മിഷണറിമാരുടെ സഹധർമ്മിണിമാർ പറഞ്ഞു, നിങ്ങളിങ്ങനെ നടക്കരുത്, ഇത് മോശമാണ്, നിങ്ങൾ വസ്ത്രം ധരിക്കാൻ നിങ്ങൾ തയ്യാറാകണം. അങ്ങനെ മിഷണറിമാരുടെ സഹധർമ്മിണിമാർ, സ്ത്രീകൾ ഇവർക്ക് വസ്ത്രം തയ്യാറാക്കി കൊടുത്തു. വസ്ത്രം തയ്യാറാക്കി അന്നത്തെ കുട്ടികളോട് പറഞ്ഞു, പെൺകുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുത്തു, നിങ്ങളിങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. സേവനം എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് ക്രൈസ്തവ മിഷണറിമാരിവിടെ വന്നപ്പോഴാണ്. അതിന് മുമ്പ് നമുക്ക് സർവീസ് എന്നൊരു സംഭവമില്ല. ഡോക്ടർമാർ ഒരിക്കലും വേറൊരാളെ സ്പർശിക്കുമായിരുന്നില്ല, വൈദ്യന്മാർ സ്പർശിക്കാൻ പാടില്ല, കാരണം ജാതി ഉണ്ട്. ജാതിയുള്ള കാര്യത്തിൽ വേറൊരാളെ തൊടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ദൂരെ നിന്ന് നോക്കിക്കൊണ്ടാണ് മരുന്ന് പറയുന്നത്. ആദ്യമായിട്ടൊരു രോഗിയെ സ്പർശിക്കുന്നത് ആരാണ്? മിഷണറിമാരാണ്. സ്പർശനം എന്ന് പറയുന്നത്, തലോടൽ എന്ന് പറയുന്നത്, സർവീസ്, സേവനം എന്ന് പറയുന്നത്, ഇതൊക്കെ ആദ്യമായി ഉണ്ടാകുന്നത് ആതുര ശുശ്രൂഷ രംഗത്ത് ഇന്ന് കാണുന്ന നവീനമായ എല്ലാ സങ്കല്പങ്ങളും ഇവിടേക്ക് വന്നത് മിഷണറിമാരിലൂടെയാണ്. അല്ലാതെ അതിനു മുമ്പൊരിക്കലും ഒരു രോഗി എത്തിയാൽ ആ രോഗിയെ ഒരിക്കലും വൈദ്യൻ സ്പർശിച്ചിരുന്നില്ല. കാരണം അയാൾക്ക് സ്പർശിക്കാൻ കഴിയുമായിരുന്നില്ല, ജാതി മേൽക്കോയ്മ നിൽക്കുകയായിരുന്നു. ആ സാഹചര്യത്തിലാണ് വിദേശത്തു നിന്ന് വന്ന മിഷണറിമാർ, ക്രൈസ്തവ മിഷണറിമാർ, അവരോടൊപ്പം വന്ന ഡോക്ടർമാർ രോഗികളെ സ്പർശിക്കുകയും അവരുടെ പരിശോധിക്കുകയും അവരുടെ കാലുവേദന വന്നാൽ കാല് തടവുകയും മരുന്നിടുകയും ഒക്കെ ചെയ്യുന്ന
അവിടെ കിട്ടുന്നൊരു ഇൻറ്റിമസി ഭയങ്കരമാണ്. നിങ്ങൾ അടുത്ത് വരുമ്പോൾ ഷേക്ക് ഹാൻഡ് തരുന്നത് എന്തിനാണ്? ഷേക്ക് ഹാൻഡ് തരുമ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള രണ്ട് ഹൃദയബന്ധമാണ് അവിടെ ഉണ്ടാകുന്നത്, അല്ലേ? അകന്നു നിൽക്കുമ്പോഴുണ്ടാകുന്നത് അല്ലല്ലോ അത് അടുപ്പമാണ്, വളരെ വ്യക്തിബദ്ധമായ ഗാഠമായൊരു അടുപ്പമാണ് യഥാർത്ഥത്തിൽ അതിലൂടെയാണ് ഉണ്ടാകുന്നത്. ഞാൻ വീണ്ടും മേൽമുണ്ട കലാപത്തിലേക്ക് വരുന്നു. അപ്പോൾ ഈ സ്ത്രീകൾ എന്ത് ചെയ്തു? ഇവിടെ കുട്ടികളോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഒരു തുണിയെടുക്കുക, രണ്ട് തുണിയെടുക്കുക, തുണിയുടെ രണ്ട് സൈഡും വെട്ടുക, രണ്ട് സൈഡും തയ്ക്കുക. അപ്പോൾ മുകളവശം വെട്ടും. അപ്പോൾ എന്ത് ചെയ്യും? ഒരു കുഴൽ പോലെ ഇരിക്കും. ഈ കുഴൽ പോലെ ഇരിക്കുന്നത് തലയെക്കൂടി ഇങ്ങനെ ചാടിയിടും. അതുകൊണ്ടാണ് അതിന് ജമ്പർ എന്ന പേര് വന്നത്. ഞാൻ ഒത്തിരി കാലം ഞാൻ അന്വേഷിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഈ ജമ്പർ എന്ന് പേര് വന്നത്. എനിക്ക് അമ്മയുടെ ജമ്പർ എടുത്തുകൊണ്ട് പോകാൻ മോനെന്ന് പറയാം. ആയെന്ന് അമ്മയുടെ ജമ്പർ എടുത്തുകൊണ്ട് പോകും. ഞാൻ അപ്പോഴാലോചിക്കും, എന്തിനാ ജമ്പർ? ഇതിനകത്ത് ചാട്ടം വരുന്നില്ലല്ലോ, ജമ്പ് ചെയ്യുക എന്നല്ലേ. പക്ഷേ പിന്നീടാണ് മേൽമുണ്ട് കലാപത്തെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് താഴേക്ക് വയ്ക്കുകയും ചാടി അതിലേക്ക് വീഴുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഇതിന് ജമ്പർ എന്ന പേരുണ്ടായത്. അങ്ങനെയാണ് കേരളത്തിൽ ആദ്യമായി പെൺകുട്ടികൾ മാറുമറയ്ക്കാൻ തയ്യാറാകുന്നത്, ധൈര്യപ്പെടുന്നത് മിഷണറിമാരുടെ കൂടിയാണ് എന്ന് പറയുന്ന രേഖകളാണ്. ഡോക്ടർ മോഹൻദാസ് നിങ്ങളോട് ഇവിടെ വന്ന് ഇങ്ങനെ പറയുകയല്ല ചെയ്യുന്നത്. ഈ സായം സന്ധ്യയിൽ ഡോക്ടർ മോഹൻദാസ് വന്ന് നിങ്ങളോട് പറയുകയല്ല ചെയ്യുന്നത്. ഇത് രേഖകളാണ്, ആർക്കൈവ്സൽ രേഖകളുണ്ട്. നിങ്ങൾക്ക് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസിൻ്റെ പ്രൊസീഡിങ്സിൽ എൻ്റെ തന്നെ ഗവേഷണ പ്രബന്ധമുണ്ട് ഈ അപ്പർ ക്ലോത്ത് റിവോൾട്ടിനെ കുറിച്ച്. അതിൽ ഞാൻ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം ചേർത്ത് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആദ്യമായിട്ട് സ്ത്രീകൾ മേൽവസ്ത്രം ധരിക്കാൻ തയ്യാറാകുന്നത്. നോക്കുക, നമ്മുടെ സാമൂഹിക പരിവർത്തനത്തിൽ വന്ന ഒരു വലിയ മാറ്റമല്ലേ ഇത്. സ്ത്രീകൾക്ക് മാറുമറക്കാൻ അവസരമുണ്ടാക്കുന്നത് മിഷണറിമാരാണ്. അതിന് മാത്രമല്ല, അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? അവിടുത്തെ തമ്പുരാക്കന്മാർ പ്രശ്നമുണ്ടാക്കി. ചന്തയിൽ മേൽവസ്ത്രം ധരിച്ചുകൊണ്ട് വന്നിരുന്ന മേൽവസ്ത്രം വലിച്ചു കീറുകയും അവരെ ആക്ഷേപിക്കുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്തു. വലിയ കലാപമുണ്ടായി. പക്ഷേ അപ്പോഴെല്ലാം എന്ത് ചെയ്തു? മിഷണറിമാർ ഈ കാര്യങ്ങൾ രാജകുടുംബത്തിൽ അറിയിച്ചു, രാജാവിനെ അറിയിക്കുന്നു, അതുകൂടാതെ ബ്രിട്ടീഷ് റസിഡന്റിനെ അറിയിക്കുന്നു. അവസാനം മിഷണറിമാർ ചെയ്തൊരു കാര്യം, സമയമില്ലാതെ ഞാൻ ഓടിപ്പോകുന്നു. അവസാനത്തെ സമയത്ത് മിഷണറിമാർ എഴുതിയൊരു കത്തുണ്ട്. ആ കത്ത് സത്യത്തിൽ കണ്ണ് നനഞ്ഞു പോകും. ആ കത്തിൽ എഴുതിയിരിക്കുന്നത് ബ്രിട്ടീഷ് രാജ്ഞിക്കാണ് കത്തെഴുതിയിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നു, ബ്രിട്ടീഷ് രാജ്ഞി അങ്ങ് ഒരു വനിതയാണ്. അങ്ങൊരു വനിതയാണല്ലോ, അങ്ങ് നിയന്ത്രിക്കുന്നതല്ലേ, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ അധിപതിയായ അങ്ങ് നിയന്ത്രിക്കുന്ന ഒരു രാജ്യമല്ലേ ഇന്ത്യ. ആ ഇന്ത്യയിലെ ഒരു രാജ്യത്തെ ഒരു പ്രദേശത്ത് ഇതാ സ്ത്രീകൾ വസ്ത്രം ധരിക്കാൻ നടക്കാതെ കഴിയില്ല. വസ്ത്രം ധരിക്കാൻ പോയാൽ അവരെ ആക്രമിക്കുന്നു, അതിനെതിരെ നിയമം ഉണ്ടാക്കുന്നു. അങ്ങക്കൊന്ന് ഇടപെട്ടുകൂടെ എന്ന് ചോദിക്കുന്നു. ബ്രിട്ടീഷ് രാജ്ഞി അതിൽ ഇടപെടുന്നു, ഉത്തരവിടുന്നു, കൃത്യമായി നിർദ്ദേശം കൊടുക്കുന്നു, ഗവൺമെൻറ്റിന് വാണിംഗ് കൊടുക്കുന്നു. അങ്ങനെയാണ് തിരുവിതാംകൂർ രാജാവ് ഈ മേൽവസ്ത്രം ധരിക്കാൻ ഉത്തരവിറക്കുന്നത്. അല്ല, തിരുവിതാംകൂർ രാജാവിന് രാവിലെ എഴുന്നേറ്റപ്പോൾ വലിയ സന്തോഷം തോന്നുകയും സ്ത്രീകളെ എല്ലാം സംരക്ഷിക്കണമെന്ന് തോന്നുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലൊരു ഉത്തരവുണ്ടായതല്ല എന്ന കാര്യവും ഡോക്യുമെൻ്റഡ് ആണ്, രേഖകളുണ്ട്. ബ്രിട്ടീഷ് രാജ്ഞിക്ക് അയച്ച കത്തുണ്ട്, ബ്രിട്ടീഷ് രാജ്ഞി അവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ച കത്തുണ്ട്. ആ കത്ത് മിഷണറിമാർക്ക് കൈമാറുന്നുണ്ട്. മിഷണറിമാരിൽ നിന്ന് മദ്രാസ് പ്രസിഡൻസിയുടെ അധിപനായിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ അത് ട്രാവൻകൂർ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്നുണ്ട്, ദിവാന് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് അത് ഉത്തരവുണ്ടാകുന്നത്. അല്ലെങ്കിൽ ഈ മിലിറ്ററി ഇടപെടലുണ്ടാകും എന്ന ഭയന്നിട്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. ഞാൻ മേൽമുണ്ട് കലാപത്തെ മാത്രം നിർത്തുന്നു. പിൽക്കാലത്ത് വന്നിട്ടുള്ള മുന്നേറ്റങ്ങളിലെല്ലാം ക്രൈസ്തവ മിഷണറിമാരുടെ പങ്കുണ്ടായിരുന്നു എന്ന കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. സാഹിത്യത്തിൽ, കലയിൽ ആദ്യത്തെ വിമൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലേഖനം വന്നത് ഞാൻ നേരത്തെ നിങ്ങളുടെ ഈ തന്ന രാജ്യസമാചാരം എന്ന പ്രസിദ്ധീകരണത്തിൽ 1847 എന്ന ഗന്ധകത്തിരിക്കാരത്തി എന്ന ലേഖനമാണ് ആദ്യമായിട്ട് വനിതകളെക്കുറിച്ചൊരു ലേഖനം വരുന്നത്. പിന്നീട് സയൻസ് ഫിക്ഷൻ ഉണ്ടാകുന്നത് അതിലാണ്. ഇങ്ങനെ കേരളത്തിൻ്റെ ചരിത്രം നമ്മൾ പറയുമ്പോൾ ഈ നിങ്ങളൊക്കെ പറയത്തില്ലേ, കേരളത്തിലേക്ക് വിദേശികൾ ആദ്യം വന്ന ആരാണ്? വിദേശികൾ ആരാണ്? പോർച്ചുഗീസ് ആര് വന്നു? വാസ്കോ ഡ ഗാമ വന്നു. ഇതാരാ പറഞ്ഞതെന്ന് ആരാ എഴുതി വെച്ചത്? ഏത് പുസ്തകത്തിൽ നിന്നാണ് കിട്ടിയത്? ഇപ്പോൾ ഒരുപാട് പുസ്തകത്തിൽ കിട്ടും. ആദ്യത്തെ പുസ്തകം ഏതാണ്? ആദ്യത്തെ പുസ്തകം ഞാൻ നിങ്ങൾക്ക് തന്ന രാജ്യസമാചാരം. അതിന് മുമ്പൊരു പുസ്തകവും ഇല്ല, അതിന് മുമ്പൊരു ചരിത്ര പുസ്തകവും ഇല്ല. രാജ്യസമാചാരം എന്ന പുസ്തകത്തിൽ എന്ന പത്രത്തിലാണ് ആദ്യം വരുന്നത്. അതിനകത്ത് ഹെർമൻ കൊണ്ടിട്ട് എഴുതുന്ന കേരളത്തെക്കുറിച്ചുള്ള ചരിത്രം ഉണ്ടായിരുന്നു. എല്ലാ ലക്കത്തിലും കേരള ചരിത്രം എഴുതുന്നുണ്ട്. അതിലാണ് പോർച്ചുഗീസുകാരനായ വാസ്കോ ഡ ഗാമ 1493 ഇവിടെ വന്ന കാര്യവും ഇറങ്ങിയത് കാര്യവും. നിങ്ങൾക്ക് ധരിച്ചിരിക്കുന്ന ഒരു വാസ്കോ ഡ ഗാമയെക്കുറിച്ചല്ലേ നിങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ? ഒന്നിലധികം അദ്ദേഹത്തിൻ്റെ മകൻ വന്നിരുന്നു, ഒന്നിലധികം വാസ്കോ ഡ ഗാമമാരുണ്ടായിരുന്നു. ഗാമമാരെക്കുറിച്ചെല്ലാം അതിൽ അദ്ദേഹം ഹെർമൻ കൊണ്ടിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചരിത്രം, നമ്മുടെ കേരള ചരിത്രം തുടങ്ങുന്നത് വിദേശികളുടെ വരവ് എന്നൊരു ചാപ്റ്റർ ആരംഭിക്കുന്നുവെങ്കിൽ അവിടെ ആദ്യം രേഖപ്പെടുത്തേണ്ട പേര് ആരുടേതാണ്? ഉറക്കെ പറയൂ, ധൈര്യപൂർവ്വം പറയൂ. ഹെർമൻ കൊണ്ടിട്ട്. എവിടെയും പറയണം, കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ രേഖ വന്നിരിക്കുക. രേഖകളുടെ പിൻബലത്തിലാണ് ഇതെല്ലാം പറയുന്നത്, വെറുതെ പറയുന്നതല്ല. ശബ്ദം താഴ്ത്തി പറയേണ്ട ഒരു കാര്യമല്ല, ശബ്ദം ഉച്ചത്തിൽ പറയേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹമാണ് നമുക്ക് കേരള ചരിത്രത്തിൻ്റെ അടിസ്ഥാനം ഉണ്ടാക്കി തന്നത്. കേരളത്തിൻ്റെ ഒരു പത്രമാധ്യമം ഉണ്ടാക്കി തന്നു, ഭാഷ ഉണ്ടാക്കി തന്നു, ഗദ്യം ഉണ്ടാക്കി തന്നു, പഴഞ്ചൊല്ലുകൾ ശേഖരിച്ചു തന്നു. മറ്റ് മിഷണറിമാർ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തി. ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ആധുനിക വിദ്യാഭ്യാസ രംഗത്ത്, പത്രപ്രവർത്തന രംഗത്ത് മാത്രമല്ല, സാഹിത്യരംഗത്ത്. നമുക്ക് ഈ നോവൽ എന്ന സാഹിത്യരൂപം നമ്മൾ ആദ്യമായി കാണുന്നത് അങ്ങനെയാണ്. യാത്രാവിവരണം എന്ന ആദ്യത്തെ സാഹിത്യരൂപം നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. ആദ്യത്തെ ചെറുകഥ നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. ഇതെല്ലാം വരുന്നൊരു വലിയ വിസ്മൃതമായ ലോകം, പുതിയ ലോകം, പുതിയ കാലം, പുതിയ നോട്ടം, അതൊക്കെ നമുക്കുണ്ടാകുന്നത് ഇതിൽ നിന്നാണ്.
ഹെർമൻ കൊണ്ടിട്ട് മുതൽ ഇങ്ങോട്ടുള്ള ആദ്യകാലത്തെ മിഷണറിമാരിലൂടെയാണ്. ഞാൻ ഈ പറഞ്ഞ പേരുകളല്ലാതെ പേരറിയാത്ത എത്രയോ മിഷണറിമാരുണ്ടാവും. അവർ വന്ന് സേവനം നടത്തിയിട്ട് മടങ്ങിപ്പോയിട്ടുണ്ടാവും. എത്രയോ ഡോക്ടർമാരുണ്ടായിരുന്നു. എത്രയോ സേവന തൽപരരായ ആളുകൾ ഇവിടെ വന്ന് കടന്നു പോയിട്ടുണ്ട്. അവരുടെ ആരുടെയും രേഖകൾ എവിടെയും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല എന്നാണ് സത്യം. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. മിഷണറി എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് കൺവേർഷൻ എന്ന വാക്ക് വരും. ഡോക്ടർ ഹെർമൻ ഗുണ്ടർ എന്ന് പറയുന്ന ഈ സാമൂഹ്യ പ്രവർത്തകനായ, അക്ഷരസ്നേഹിയായ, ജ്ഞാനിയായ, 16 ഭാഷകൾ അറിയാമായിരുന്ന ആ മഹാപണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ഒരിക്കലും ഒരാളെ പോലും അദ്ദേഹം ക്രൈസ്തവ മതത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന് ക്രൈസ്തവനാക്കിയിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഡയറി നമ്മളോട് പറഞ്ഞു തരുന്നു. മതപരിവർത്തനം ഒരിക്കലും ഹെർമൻ ഗുണ്ടറ്റിൻ്റെ ലക്ഷ്യമായിരുന്നില്ല. മിഷണറിമാരുടെ ലക്ഷ്യം സാമൂഹ്യ സേവനവും സാമൂഹ്യ പ്രവർത്തനമായിരുന്നു. അതുവഴി പലരും അങ്ങനെ ആയിത്തീരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ പുസ്തകത്തിൽ മറ്റൊരു പുസ്തകം കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ആ പുസ്തകത്തിൻ്റെ പേര് മിഷണറിമാരുടെ കേരളം എന്നാണ്. 2023 ഏറ്റവും മികച്ച ചരിത്ര ഗ്രന്ഥത്തിനുള്ള കേരള ഹിസ്റ്ററി കോൺഗ്രസിൻ്റെ അവാർഡ് ഈ പുസ്തകത്തിനാണ് ലഭിച്ചത്. ഈ പുസ്തകത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മിഷണറിമാരെ ഒരിക്കലും നമ്മൾ പറയുന്നു ഈ കീഴാളരായ ആളുകളെയെല്ലാം മിഷണറിമാർ, ക്രൈസ്തവ മിഷണറിമാർ മതപരിവർത്തനം നടത്തി എന്ന് പറയുന്നു. ഞാനിതിലൊരു വാചകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കലും ദളിതരായ ആളുകൾ കീഴാളരായ ആളുകളെ തേടി മിഷണറിമാർ പോവുകയായിരുന്നില്ല. കീഴാളരായ ആളുകൾ മിഷണറിമാരെ തേടി പോവുകയായിരുന്നു. തിരിച്ചാണ് സംഭവിച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെ പോയിരുന്നത്? അതിന് വിശദീകരണം ഇതിലുണ്ടെങ്കിൽ ഞാൻ ഒറ്റ വാക്കിൽ പറയാം. അതിന് പ്രധാന കാരണം കീഴാളരായ ആളുകൾ ഹൈന്ദവരാണ് എന്ന് പറയുമ്പോൾ അവർക്ക് ഹിന്ദു ക്ഷേത്രങ്ങളിൽ കയറാൻ പറ്റത്തില്ല. അവർക്ക് റോഡിലൂടെ നടക്കാൻ അനുവാദമില്ല. സവർണരായ ആളുകൾ കഴിക്കുന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല. സവർണരായ ആളുകൾ ഇരുന്ന പേരിടാൻ പാടില്ല. സവർണരായ ആളുകളെ പോലെ വസ്ത്രം ധരിക്കാൻ അവകാശമില്ല. അപ്പോൾ ഒരു തരത്തിലും അവരെ അംഗീകരിക്കാതെ പോകുമ്പോൾ അവർ ചിന്തിക്കുന്നു, ഇതെൻ്റെ മതമല്ല, ഇവിടെ എനിക്ക് സ്വാതന്ത്ര്യമില്ല, അതുകൊണ്ട് ഞാൻ മറ്റൊരിടത്തേക്ക് പോകുന്നു. അങ്ങനെ ദളിതരായ ആളുകൾ പീഡനം സഹിക്കാൻ വയ്യാതെ അവർ മിഷണറിമാരെ തേടി പോവുകയായിരുന്നു. അതുകൊണ്ടാണ് ദളിതരായ ആളുകൾ ക്രൈസ്തവ മതത്തിലേക്ക് വന്നത്, വിശ്വമാനവികതയിലേക്ക് അവർ കടന്നു വന്നത്. അതുകൊണ്ടാണ്. ഒരു കാര്യം കൂടി ഓർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ഡോക്ടർ അംബേദ്കർ, നമുക്ക് ഭാരതത്തിന് കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന ഉണ്ടാക്കി തന്ന മഹാനായ അംബേദ്കർ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹം ബുദ്ധമതത്തിലേക്ക് പോയി. ബുദ്ധമതത്തിലേക്ക് പോയപ്പോൾ ഒരു വിദേശിയായ പത്രപ്രവർത്തകൻ അദ്ദേഹത്തിന് ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങ് ഹിന്ദുമതം ഉപേക്ഷിച്ച് ബുദ്ധമതത്തിൽ ചേർന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങളോട് ആര് പറഞ്ഞു ഞാൻ ഹിന്ദുമതത്തിൽ ഉണ്ടായിരുന്നുവെന്ന്? ഞാൻ ഹിന്ദുമതത്തിൽ ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ഒരു ഹൈന്ദവ ദൈവത്തെയും പ്രാർത്ഥിക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. എനിക്കൊരിക്കലും ഹൈന്ദവർക്കൊപ്പം ഇരിക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. എനിക്കൊരിക്കലും ഹൈന്ദവരുടെ ആചാരങ്ങളൊന്നും പാലിക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. എനിക്ക് ഹൈന്ദവരുടെ ഒപ്പം ഇരുന്ന് സദ്യ കഴിക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. എനിക്ക് ഹൈന്ദവരുടെ പേരിടാൻ അവകാശമുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഞാൻ ഹൈന്ദവനായിരുന്നു നിങ്ങൾ പറയുന്നത്? ഞാൻ ഔട്ട്കാസ്റ്റ് ആയിരുന്നു, ഞാൻ പുറത്തുള്ളവനായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് തെറ്റാണ്. ഞാൻ ഹിന്ദു മതത്തെ ഉപേക്ഷിച്ച് ബുദ്ധമതം ചേർന്നതല്ല. ഞാൻ എവിടെയും ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ഒരു പുതിയ മതം സ്വീകരിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ബാബാ സാഹേബ് അംബേദ്കർ പുതിയ കാലത്ത് 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് ഇങ്ങനെ പറഞ്ഞുവെങ്കിൽ, ഞാൻ പറഞ്ഞു 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലം മുതൽ ഇങ്ങോട്ടുള്ള കാലത്ത് ദളിതരായ ആളുകൾ അവർ ഔട്ട്കാസ്റ്റ് ആയിരുന്നുകൊണ്ട് അവർ ഏതെങ്കിലും ഒരു മോചനത്തിന് വേണ്ടി, അവരുടെ സ്വന്തം വിമോചനത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ മിഷണറിമാരെ തേടി പോവുകയായിരുന്നു എന്ന് ഞാൻ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയത്. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മയുണ്ടാകട്ടെ. നിങ്ങളുടെ ഈ ചെറിയ മൈൽഡായിട്ടുള്ള ശബ്ദം, ലഘുവായിട്ടുള്ള ശബ്ദം ഇന്ന് ഇവിടെ ഉപേക്ഷിക്കുക. നിങ്ങൾക്ക് പറയാനുള്ള സത്യങ്ങൾ നിങ്ങൾ ധൈര്യപൂർവ്വം ഉറക്കെ പറയുന്ന ചെറുപ്പക്കാരാണ് ഈ ലോകത്തിൻ്റെ ശക്തി. ഉറക്കെ പറയാൻ ഇടയാവട്ടെ. നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാവുകൾ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.